Good evening, all. Welcome to Call of Home Advice with webinar series. ഇന്ന് നമുക്ക് വെബിനാർ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു ടോപ്പിക്കാണ് വാസ്തു. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് വി ഹാവ് ഹിയർ ശരവണൻ എസ് നായർ സർ. സാറിനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ സാറ് ഫൗണ്ടർ ആണ് ഫ്ലോ പ്ലാൻ ഡിസൈൻ ഹബിന്റെയും വാസ്തു അഡ്വൈസർ എന്ന് പറഞ്ഞ ഇതിന്റെ സ്ഥാപനത്തിന്റെ ഫൗണ്ടർ ആണ്. സാർ എംടെക്കും എംടെക് ക്വാളിഫൈഡ് ആണ് ഫ്രം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രത്തിലേക്ക്. സർ, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. സോ ഐ ഹോപ്പ് എവറിവൺ വിൽ ഹാവ് എ നൈസ് സെഷൻ വിത്ത് സർ. പിന്നെ സാറ് ഒരു 30 മിനിറ്റ്സ് സാർ വാസ്തുവിന്റെ കാര്യത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരും. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഹാൻഡ് റേസ് ചെയ്തിട്ട് സാറിനോട് ചോദിക്കാവുന്നതാണ്. സർ, ഓവർ ടു യു സർ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾ ഏത് ഫീൽഡിലാണെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഡെസിഗ്നേഷൻ, നിങ്ങളെ വാസ്തു കാര്യം ചെയ്യുന്ന ആളാണോ, എഞ്ചിനീയർ ആണോ, ബിൽഡർ ആണോ, വീട് വെക്കാൻ പോകുന്ന ആൾക്കാരാണോ, ഏതിലുള്ള ആൾക്കാരാണ് കൂടുതൽ എന്നുള്ളത് കമന്റിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അറിയാൻ പറ്റുമായിരുന്നു. ചാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചാറ്റ് ഓപ്ഷൻ ഇല്ലല്ലേ? ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, IT ആണ്, എഞ്ചിനീയർ ആണ്, യെസ് എല്ലാവരും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. നമുക്ക് ഇന്ററാക്റ്റീവ് ലെവലിലേക്ക് പോവാം. ജസ്റ്റ് ഒരു ഇതിൽ വെക്കുന്നുണ്ട്, എഞ്ചിനീയർ ഗോയിങ് ടു ബിൽഡ് എ ഹൗസ്. ഓക്കെ, സ്പീഡ് ആയിക്കോട്ടെ കേട്ടോ എല്ലാവരും. ഓക്കെ, പ്ലാനിങ് റെനോവേഷൻ, വെരി ഗുഡ്. വാസ്തു കൺസൾട്ടന്റ്, ഓക്കെ. ഡിസൈനർ, ഓക്കെ. താങ്ക് യു. ഞാൻ സ്ക്രീനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാം സർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഏപ്രിൽ 10 വ്യാഴാഴ്ച രാത്രി 7 മണിയായിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ നമ്മൾ തുടങ്ങുവാണ്. അപ്പൊ വാസ്തുവിന്റെ പറ്റിയുള്ള ഒരു ക്ലാസ് ആണ് ഇത്. കോൾ അഡ്വൈസറി പ്രോഗ്രാമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യമേ തന്നെ എനിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. കാരണം ഈ സമയത്ത് ബാക്കി എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യായിരുന്നു. അതെല്ലാം മാറ്റി വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ട്, നോളജ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇവിടെ ലോകത്ത് എന്താണ് നടക്കുന്നത്, അതുപോലെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരണം, നമുക്ക് ഒത്തിരി കാര്യങ്ങളോടുകൂടി ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ സമയം നിങ്ങൾ വെക്കുന്നത്. മാക്സിമം ഈ സമയത്തേക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇത് വെക്കുന്നത് ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് മാത്രം നിങ്ങൾ കാണുക. ഓക്കെ, ആദ്യത്തെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, വാസ്തു എന്ന് പറയുന്നത് ശാസ്ത്രമാണോ അതോ മിഥ്യയാണോ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം അങ്ങോട്ട് എല്ലാവരും. ഇത് കൂടെ നോക്കാം. ആരുടെയോ വോയിസ് കേൾക്കുന്നുണ്ട് കേട്ടോ. അൺമ്യൂട്ട് ചെയ്യോ? ലൈക്ക് വോയിസ് ബ്രേക്ക്, മ്യൂട്ടഡ് ആണ്. സർ, വോയിസ് മ്യൂട്ടഡ് ആണ്. അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഹലോ. കേൾക്കാം. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടില്ലായിരുന്നല്ലേ? ഇല്ല. ഓക്കെ, ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം സർ. ഓക്കെ, വാസ്തു എന്ന് പറയുന്നത് ഇത് ശാസ്ത്രമാണോ മിഥ്യയാണോ എന്നുള്ളായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാം, ഒരു കുഴപ്പവും കാര്യങ്ങളും ഇല്ല. വാസ്തുവിനെ ശാസ്ത്രമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, മിഥ്യയായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാസ്തുവിന്റെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്താണ് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ അകത്തുള്ള അല്ലെങ്കിൽ സൗരോർജ്ജ പ്രകാരം അല്ലെങ്കിൽ വായുസഞ്ചാരം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ടെക്നിക്കൽ ടൈമുകളിലേക്കോ അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളിലേക്കോ ഈ ഒരു വെബിനാർ ഞാൻ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു വെബിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരെ മനസ്സിലാകുന്ന രീതിയിലേക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് പറഞ്ഞത്. ഞാൻ ഈ പറയാൻ പോകുന്നത് പറഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസ്, ഞാൻ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, എന്റെ ഗുരുനാഥനിൽ നിന്ന് കിട്ടിയേക്കണ കാര്യങ്ങൾ, ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിച്ചേക്കണ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്കൊരു അതുപോലെ തന്നെ എനിക്ക്
അതുപോലെ എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിനകത്ത് വാസ്തു വികാരം ചെയ്യുന്ന ആളും എഞ്ചിനീയറും ബിൽഡറും വീട് വെക്കാൻ പോകുന്ന ആൾക്കാരും അതിനകത്തൊക്കെ കിട്ടിയേക്കുന്ന നോളജ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കോൺട്രഡിക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലോ എല്ലാം നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതിന്റെ അവസാനം നമുക്കൊരു Q&A സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പൊ എന്താണ് 50-30? എന്താണ് 50-30-20 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു നിയമം എന്ന് പറഞ്ഞാല് നമ്മൾ 50% വാസ്തുവിൽ നോക്കുന്നത് ദിശയ്ക്കാണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദിശയ്ക്കാണ്. അത് കഴിഞ്ഞ് 30% കൊടുക്കുന്നത് സ്ഥാനത്തിനാണ്. അത് കഴിയുമ്പോൾ 20% മാത്രമേ നമുക്ക് അളവുകൾക്ക് ശരിക്കും പ്രാധാന്യമുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും വാസ്തു എന്ന് പറഞ്ഞാൽ മരണച്ചുറ്റാണ്, മരണത്തിനുള്ള അളവാണ്, അതാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ വാസ്തുവിന്റെ ഒരു 20% മാത്രമേ ഈ അളവുകൾക്കും കാര്യങ്ങൾക്കും പ്രാധാന്യമുള്ളൂ. ബാക്കിയുള്ള ആ 50, 30, 80% നിങ്ങൾ കളഞ്ഞിട്ട് ഈ ഒരു ചുറ്റളവിന് വേണ്ടിയിട്ടോ അല്ലെ അളവുകൾക്ക് വേണ്ടിയിട്ടോ മാത്രമായിട്ട് വാസ്തുവാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഫസ്റ്റ് വരുന്നത് ദിശയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പൊ ദിശ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മൊബൈലിൽ കോമ്പസ് എടുത്ത് നോക്കത്തില്ലേ, ഒരു ഭിത്തിയൊക്കെ പടുത് കഴിയുമ്പോഴത്തേക്കും അന്നേരം നമ്മൾ ചെയ്യാൻ നേരത്ത് അത് ദിശയ്ക്ക് അനുസരിച്ചായിരിക്കണം പറയാം. അപ്പൊ നമുക്ക് ഏതൊക്കെ ദിശയ്ക്കാകാം? കിഴക്ക് വശത്താകാം, വടക്ക് വശത്താകാം, തെക്ക് വശത്താകാം, പടിഞ്ഞാറ് വശത്താകാം. ഇതെല്ലാം മഹാദിക്കുകളാണ്. ഈ 4 മഹാദിക്കിനനുസരിച്ച് നമുക്ക് വീട് നിർമ്മിക്കാം എന്നാ പറഞ്ഞത്. എന്തിനാ ഇങ്ങനെ ഈ ദിശയ്ക്കനുസരിച്ച് വീട് നിർമ്മിക്കണം അല്ലെങ്കിൽ വിധിക്കായിട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ വാസ്തുവിൽ പറയുന്നതിന്റെ കാരണം എന്താ? നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. പണ്ട് കാലങ്ങളിൽ നമ്മൾ TV കണ്ടുകൊണ്ടിരുന്നത് ആനിനെ തിരിച്ചിരിച്ച് ഒരു പ്രത്യേക പൊസിഷൻ എത്തുമ്പോൾ മാത്രമേ നമുക്ക് TV കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഭൂമിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വെക്കുമ്പോഴത്തേക്കും ആ ആന്റിനയ്ക്ക് ചുറ്റുമുള്ളത് എല്ലായിടത്തും ഒരേപോലത്തെ റേഡിയേഷൻ ആണ്, ഒരേപോലത്തെ എനർജി ആണെന്നുണ്ടെങ്കിൽ ആ TV എവിടെ ആന്റിന എങ്ങനെ ഇരുന്നാലും നമുക്ക് കിട്ടണ്ടല്ലേ? അപ്പൊ കിട്ടുന്നില്ല. അപ്പം ഓരോ രീതിയിൽ നിന്നും വരുന്ന എനർജി വ്യത്യാസമുണ്ട്. ഇതിനകത്ത് വാസ്തുവിന് പറയുന്നത് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സഞ്ചരിക്കുകയാണ്, ഇപ്പൊ ഭൂമി കറങ്ങുന്നതനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുകയാണ്. അപ്പൊ നമ്മൾ സഞ്ചരിക്കുന്നത് ആ ദിശയ്ക്ക് അനുകൂലമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവും കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു ബോട്ടിൽ നമ്മൾ സഞ്ചരിക്കുകയാണ്, കൃത്യമായിട്ട് നമ്മൾ ആ ബോട്ടിനനുസരിച്ചാണ് നമ്മൾ സഞ്ചരിക്കണമെങ്കിലോ നമുക്ക് നല്ലതായിരിക്കും. ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ചരിച്ചക്കെട്ട് ഇരുന്ന് സഞ്ചരിക്കണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മെയിൻ്റനൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ദിശയ്ക്ക് അനുകൂലമാകുക എന്നുള്ളതാണ് ഈ ദിശയ്ക്കനുസരിച്ച് വീട് നിർമ്മിക്കുക എന്ന് പറയുന്ന അർത്ഥം. അങ്ങനെ നമ്മൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബെഡ് ഇടുന്ന എങ്ങനെയായിരിക്കും, നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന എങ്ങനെയായിരിക്കും, അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കൃത്യമാക്കി ചെയ്യാൻ വേണ്ടിയാണ് ഇത് വാസ്തു പ്രകാരം ദിശ കൃത്യമാക്കി ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ 50% വരുന്നത് ഈ ദിശക്കകത്താണ്. അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്തു കേട്ടോ. ഞാൻ പറയുന്നത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ പറയുന്നത് നിങ്ങൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞാൽ മതി, എനിക്ക് ചാറ്റ് കാണാൻ പറ്റത്തില്ല. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരുടെയും. ഏറ്റവും കൂടുതൽ വാസ്തുവിനെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആൾക്കാർ ചീത്ത പറയുന്ന കാര്യത്തിന് വാസ്തുപുരുഷന്റെ കൈയുണ്ട്, കാലുണ്ട്, അതുണ്ട്, പേടിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. അപ്പൊ വാസ്തു എന്ന് പറഞ്ഞ സാധനം എഴുതി എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് നമുക്ക് കുലത്തൊഴിലായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാ ടെക്നിക്ക് ഇതിപ്പോ യൂട്യൂബ് അല്ലെങ്കിൽ ഇതേപോലെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊന്നുമില്ല. അവനവന്റെ കുലത്തൊഴിൽ ഏതാണോ ആ കുലത്തൊഴിൽ മാത്രം ബാക്കിയുള്ളവർക്ക് മാത്രം കൊടുക്കും. ആ കുലത്തൊഴിൽ നിന്നാണ് ജാതി സമ്പ്രദായം വരെ ഉണ്ടായെന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് പിന്നീട് കല്യാണം കാര്യങ്ങളും ആ കുലത്തൊഴിൽ വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ ജാതിയിലുള്ള ആൾക്കാരെ മാത്രം കല്യാണം. അതൊക്കെ വേറെ ഇതാണ്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ ആ ഒരു രീതി നോക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് വാസ്തു പുരുഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ അർത്ഥത്തിൽ നമുക്കൊരു പേപ്പർ എടുക്കാം, ഒരു A4 പേപ്പർ എടുക്കാം. അതിനെ ഞാൻ 10 കീറിയിട്ട് ഞാൻ നിങ്ങളോട് യോജിപ്പിക്കാൻ പറയുന്നു. അതുപോലെ തന്നെ അതിന്റെ പുറകിൽ ഞാനൊരു ഇന്ത്യയുടെ പടം വരച്ചു. ഇന്ത്യയുടെ പടം വരച്ചിട്ട് ഞാൻ യോജിപ്പിക്കാൻ പറയുന്നു. നിങ്ങൾക്ക് ഏതായിരിക്കും എളുപ്പം? നിങ്ങൾക്ക് ഇന്ത്യയുടെ പടം ഉള്ളാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ യോജിക്കാൻ എളുപ്പമുണ്ടല്ലേ? അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥാനം കൃത്യമായിട്ട് അറിയാം. കേരളം എവിടെയാണെന്നറിയാം, കാശ്മീർ എവിടെയാണെന്നറിയാം. ഇത് ഇന്ത്യയുടെ പടമുള്ള പേപ്പർ ചെറിയ പേപ്പർ വരച്ച് ഞാൻ വലിയ പേപ്പർ വരച്ചിട്ടാണെങ്കിലോ എന്നാലും നിങ്ങൾക്ക് യോജിപ്പിക്കാൻ അറിയാം. കാരണം എന്താ? അപ്പോഴും നിങ്ങൾക്ക് സ്ഥാനം ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ നമ്മുടെ പ്ലോട്ട് ചെറുതോ വലുതോ ആയിക്കോട്ടെ, നമുക്ക് ആ പ്ലോട്ടിന്റെ അകത്ത് കൃത്യമായിട്ട് സ്ഥാനങ്ങൾ എവിടെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരാൾ കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിന് കൈയുണ്ട്, അദ്ദേഹത്തിന് കാലുണ്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം. ശരിക്കും പറഞ്ഞ ഒരു പ്ലോട്ടിന്റെ അകത്ത് ഇതേപോലെ ഒരാൾ കിടക്കുന്നുണ്ടോ? ഒരാളും കിടക്കുന്നില്ല. പക്ഷെ ആ പ്ലോട്ടിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമുക്ക് മാർക്ക് ചെയ്യണം. ആ പോയിന്റ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ആ പോയിന്റുകൾ ഏതൊക്കെയാണ് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സങ്കല്പമാണ് വാസ്തുപുരുഷ സങ്കല്പം എന്നുള്ളത്. ക്ലിയർ ആയോ? എല്ലാവരും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ടൈപ്പ് ചെയ്തോട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, ഒന്ന് വോയിസ് ഒന്ന് ഓപ്പൺ ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഉണ്ട്, അതുപോലെ റിനോവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ട്. ഇത് മൂന്ന് ഇപ്പം നിങ്ങൾ കോലമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അവർ നല്ല രീതിയിൽ അത് ചെയ്യുന്നുമുണ്ട്, കാര്യങ്ങളുണ്ട്.
നമ്മൾ കൺസ്ട്രക്ഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞത്. അപ്പം ആ കൺസ്ട്രക്ഷൻ്റെ അകത്ത് പറഞ്ഞ കേട്ടിട്ട് നിങ്ങൾ റിനോവേഷനിലേക്ക് നിങ്ങൾ പോകരുത്. അങ്ങനെ നിങ്ങൾ റിനോവേഷൻ ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വാസ്തുവിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പുതിയൊരു വീടിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ പുതിയ വീടിന്റെ കാര്യങ്ങൾ കേട്ടിട്ട് നിലവിലുള്ള വീടിന്റെ കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ തന്നെത്താനെ പൊളിക്കാനോ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, അത് കൃത്യമല്ല, അതിന് വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക, കൃത്യമാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇവരുടെ ടെക്നിക്കൽ ടീമായിട്ടോ കാര്യങ്ങളായിട്ടോ നിങ്ങൾക്ക് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പിനോ കാര്യങ്ങളോ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഇവർക്ക് ഒരു നല്ല വിങ്ങും കാര്യങ്ങളുണ്ട്, എല്ലാ രീതിയിലുള്ള ഫീൽഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, വാസ്തുപ്രകാരമായിട്ട് നമ്മൾ ഇനി അടുക്കള എവിടെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അടുക്കള എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ, നമ്മുടെ ഭക്ഷണം പാകം ചെയ്യണം. ഭക്ഷണം പാകം ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് വേണം, ഒരു എനർജി കിട്ടണം അല്ലെ. അപ്പൊ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി എന്ന് പറയുന്നത് നമ്മൾ എവിടെയായിട്ടാണ് കാണുന്നത്, സൂര്യനായിട്ടാണ് കാണുന്നത്. സൂര്യൻ എന്ന് പറഞ്ഞ എവിടെ, കിഴക്കുവശം. പിന്നെ എവിടെ കാണുന്നത്, വടക്കുവശത്ത്. വടക്കുവശത്ത് ഏതുള്ള, ചന്ദ്രാദി സപ്തർഷിമാരുള്ള നക്ഷത്രങ്ങളുള്ള സ്ഥലം. അപ്പൊ വടക്കുന്നുള്ള എനർജി അല്ലെ കിഴക്കുന്നുള്ള എനർജി നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ കിട്ടുകയും വിറ്റാമിൻ ഡി ഉൾപ്പെടെയുള്ള നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ വെള്ളം നമുക്ക് കിട്ടുകയും ആ പാചകം ചെയ്യുന്ന ആള്, അത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, അവരിലേക്ക് കിട്ടുകയും രീതിയിൽ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത ബാക്ടീരിയ പോലുള്ള കാര്യങ്ങൾ നശിച്ചു പോകുന്ന രീതിയിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ അടുക്കള സ്ഥാനം പറയുന്നത്. അതുപോലെ കിണർ, പണ്ട് കാലങ്ങളിൽ നമ്മൾ കിണർ കോരുമായിരുന്നു, ഇതുപോലെ മോട്ടർ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കിണർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇരിക്കുന്ന പൊസിഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളോട് ബന്ധിപ്പിച്ചിട്ടാണ് ഈ അടുക്കളയുടെ സ്ഥാനം വരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ കിഴക്കുവശത്തോ വടക്കുവശത്തോ നമ്മൾ അടുക്കള കൊടുക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇതല്ലാത്തൊരു പൊസിഷനാണ് നിങ്ങൾ അടുക്കള വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ വാസ്തു പറയും ഇന്ന അസുഖങ്ങൾ ഉണ്ടാകും, ഇന്ന അസുഖങ്ങൾ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ അടുക്കള അവിടെ മാറ്റി വെച്ചത് കൊണ്ടല്ല നിങ്ങൾക്ക് അസുഖം ഉണ്ടായത്. നിങ്ങൾക്ക് അസുഖം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട എനർജി കിട്ടാതെ വരുന്നതും ആ കിട്ടാതെയുള്ള എനർജി നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുമ്പോൾ ചെയ്തുകൊണ്ടാകുന്ന അസുഖങ്ങളാണ് ആ പേരുകളായിട്ട് പറഞ്ഞത് എന്നുള്ളതാണ് ഇതിനർത്ഥം. ഇതിനെല്ലാത്തിനും നിങ്ങൾ ഈ രീതിയിലൊന്ന് തിരിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും കൃത്യമാകണമെന്ന് ഞാൻ പറഞ്ഞില്ല, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിന് പിന്നിലുള്ള സയൻസ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വാസ്തുവിന് പിന്നിലുള്ള സയൻസ് മാത്രം നോക്കിയാൽ മതി. അന്ധവിശ്വാസപരമായിട്ട് അല്ലെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. വാസ്തുവിൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനം എന്ന് പറഞ്ഞാൽ ഗ്രഹമധ്യ സൂത്രമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് എഴുതി പോയി കഴിഞ്ഞാൽ പിന്നീടാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. ഈ ഗ്രഹമധ്യ സൂത്രം എന്ന് പറഞ്ഞാൽ ഗ്രഹത്തിന്റെ മധ്യത്തിലൂടെ പോകുന്ന ഒരു സൂത്രം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഗ്രഹമധ്യ സൂത്രം എന്ന് പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വാസ്തുവിന് പറയുന്നത് ഒരു മനുഷ്യന്റെ മൂക്കായിട്ട് ശ്വസനമായിട്ടാണ്. ഹലോ സാർ, സ്പീഡ് ഒന്ന് കുറച്ച് പറയാമോ? ഫോളോ ചെയ്യാൻ പറ്റണില്ല പ്ലീസ്. ഓക്കെ, താങ്ക് യു. എനിക്ക് ഓൾറെഡി ഇത്തിരി സ്പീഡ് കൂടുതൽ, ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുക്കളയുടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? അടുക്കള ക്ലിയർ ആണോ? ഒന്ന് റിപ്പീറ്റ് ചെയ്ത്, ഞങ്ങൾ കുറച്ച് വടക്കുള്ളതാണ്, നിങ്ങൾ പറയുന്നത് മനസ്സിലാവില്ല. ഒന്ന് നിർത്തി പറഞ്ഞാൽ നല്ലതായിരുന്നു പ്ലീസ്. ശരി, അപ്പൊ ഈ വാസ്തുപുരുഷ സങ്കല്പം വേണ്ടല്ലോ, അടുക്കള വിട്ട് മതിയല്ലോ. യാ മതി സാർ. വാസ്തുപുരുഷനോട് പറയുക സാർ. ഏതാ സ്ലൈഡ്സും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് പോകാൻ ഒന്ന് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. സ്ലൈഡ് ചേഞ്ച് ആകുന്നില്ലേ? ഇപ്പോഴാണ് ചേഞ്ച് ആയത്. നേരത്തെ സ്ലൈഡ് ചേഞ്ച് ആയില്ലായിരുന്നു? ഇല്ല. ഓക്കെ, ഫുൾ സ്ക്രീനിലേക്ക് വരുമ്പോഴത്തേക്ക് ആകുന്നില്ല അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് അടുക്കള ഞാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അടുക്കളയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്ലോട്ടിന്റെ അകത്ത് നമുക്ക് കിഴക്ക് വശത്തോ അല്ലെങ്കിൽ അതിനകത്ത് വീട് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ വരച്ചുകൂടെ കാണിച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലായി. ഇപ്പൊ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, ഇത് നമ്മുടെ ഒരു വീടാന്ന് വിചാരിച്ചു, നമ്മുടെ കിഴക്ക് ദർശനാന്ന് വിചാരിച്ചു. ഇത് കിഴക്കോ അല്ലെങ്കിൽ ഇത് തെക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് വടക്ക്. നിങ്ങൾക്ക് ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. അപ്പൊ ഏതൊരു പ്ലോട്ട് ആണെന്ന് പറഞ്ഞാലും അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈസ്റ്റ് വിങ്, ഇതാണ് നമ്മുടെ ഈസ്റ്റ് കിഴക്ക് വശത്ത്, ഈ ഒരു ഈസ്റ്റ് വിങ്ങിലോ അല്ലെങ്കിൽ ഈ ഒരു നോർത്ത് വിങ്ങിലോ വേണം നമ്മുടെ അടുക്കള വരാന്ന് പറഞ്ഞത്.
എന്തുകൊണ്ടാണ് ഈ ഈസ്റ്റ് വിങ് അല്ലെ നോർത്ത് വിങ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വാസ്തുവിന്റെ അത് ചില ആൾക്കാർ പറയും വടക്കിഴക്കാണ്, ചില ആൾക്കാർ പറയും തെക്കിഴക്കാണ്. അതിലേക്ക് നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഇങ്ങനെ ഒരു രീതിയിൽ പഠിച്ചാൽ മതി. വെച്ചാല് നമുക്ക് സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എനർജി ആയിട്ട് വരുന്നത്. അപ്പൊ ആ സൂര്യന്റെ എനർജി നമുക്ക് കിട്ടത്തക്ക രീതിയിലേക്ക് നമുക്ക് ഇവിടെ ഒരു ജെല്ല് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്ത് ജെല്ല് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ആ എനർജി നമ്മുടെ ആ അടുക്കളയിൽ കിട്ടണം. ഇവിടുന്ന് ചന്ദ്രാദി നക്ഷത്രങ്ങൾ വരുന്നത് ഇവിടുന്നാണ് എനർജിയാണ്. ഇവിടെ നമ്മളൊരു ജെല്ല് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നമുക്ക് ഇവിടെ പാചകം ചെയ്യുന്ന രീതിയിൽ, അപ്പൊ നമ്മൾ കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കിയിരുന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ ക്രമീകരിക്കാം. അപ്പോഴാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ എനർജിയും അല്ലെ അതുപോലുള്ള കാര്യങ്ങളും കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഏത് ദർശനമാണെങ്കിലും, കിഴക്ക് ദർശനമാണെങ്കിൽ ഇത് തന്നെയാണ്, വടക്ക് ദർശനമാണെങ്കിൽ ഇത് തന്നെയാണ്, തെക്ക് ദർശനമാണെങ്കിൽ ഇത് തന്നെയാണ്, പടിഞ്ഞാറ് ദർശനമാണെങ്കിൽ ഇത് തന്നെയാണ്. ഏത് ദർശനമാണെങ്കിലും ആ ദർശനത്തിന്റെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആ വടക്കുവശം അല്ലെങ്കിൽ കിഴക്കുവശം ഈ ഒരു വിങ്ങിലായിരിക്കണം നിങ്ങളുടെ അടുക്കള വരേണ്ടത്. ഇതാണ് ഫസ്റ്റിലത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ ആയോ? ഏതൊരു ദർശനമാണെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് ഗ്രഹമധ്യ സൂത്രത്തിന് ഒഴിവെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ദർശനം ഏത് ദർശനമാണെങ്കിലും, ഇപ്പൊ ദർശനം ഏതാണ്, കിഴക്കോ തെക്കോ പടിഞ്ഞാറോ ഏതാണെങ്കിലും ആ ദർശനത്തിന്റെ സെന്റർ, ഇപ്പൊ ഏത് ദർശനമാണ് ഇവിടെ വരുന്നത്, ആ ദർശനത്തിന്റെ സെന്ററിൽ കൂടെ പോകുന്ന ഈ ഒരു ഭാഗമാണ് ഗ്രഹമധ്യ സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രഹമധ്യ സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് നമ്മുടെ മൂക്കം എന്നുള്ളതാണ്, അത് നമ്മുടെ ശ്വസനം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ശ്വസനം എന്ന് പറയുമ്പോഴത്തേക്കും ഈ വീട്ടിലേക്ക് ഉള്ള വായുസഞ്ചാരം വരുന്നത്, പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇതേപോലെ ഒന്നും അല്ലായിരുന്നു. അപ്പൊ ഈ ഒരു സംഭവം വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് വായു കയറി ഇറങ്ങി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ആ വീട്ടിലേക്ക് കൃത്യമായിട്ട് വായുസഞ്ചാരം വരുള്ളൂ. ഇത് രണ്ട് രീതിയിലും ഫ്ലോ വേണം. അപ്പൊ ഇങ്ങനെ ഫ്ലോ പോകുമ്പോഴത്തേക്കും നമ്മുടെ നിശ്വാസവായു ഇവിടെ കെട്ടിക്കിടക്കാതെ നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രഹമധ്യ സൂത്രം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. ക്രോസ് വെന്റിലേഷൻ കൂടെ ചെയ്താൽ നല്ലതാണ്. പക്ഷെ ഏകശാലയ്ക്കകത്ത് നിങ്ങൾ ഈ ഒരു സാധനം നിർബന്ധമായിട്ട് ഗ്രഹത്തിന്റെ മധ്യസൂത്രം പോകുന്നതാണ് ഇതാണ്. അപ്പൊ ഇത് നിങ്ങളുടെ കിഴക്കുവശാണെങ്കിൽ ഇതാണ്, ഇത് നിങ്ങളുടെ തെക്കുവശാണെങ്കിൽ ഇതാണ്, ഇത് നിങ്ങളുടെ പടിഞ്ഞാറ് വശമാണെങ്കിൽ ഇങ്ങനെയാണ്, ഇത് നിങ്ങളുടെ വടക്കുവശാണെങ്കിൽ ഇങ്ങനെ. ഏതാണോ നിങ്ങളുടെ ദർശനം ആ ദർശനത്തിന്റെ സെന്ററിലൂടെ പോകുന്നതാണ് ഗ്രഹമധ്യ സൂത്രം. അപ്പൊ എങ്ങനെയാ ദർശനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വായുസഞ്ചാരം വരുന്നത് ഇവിടെ എവിടെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ദിശ വരുന്നത്, ഏറ്റവും കൂടുതൽ വായുസഞ്ചാരം വരുന്ന ഏരിയ ഏതാണോ അതനുസരിച്ചാണ് ദർശനം കൽപ്പിക്കേണ്ടത്. അത് ദിശക്കനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതാണ് രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ ഗ്രഹമധ്യ സൂത്രം കൃത്യമായോ? അതല്ലാതെ നിങ്ങളൊരു ഫ്ലോർ പാൻ എടുത്തു, ആ ഫ്ലോർ പാൻ്റെ അകത്ത് നിങ്ങൾ ഇവിടെ കൊണ്ട് നിങ്ങൾ ഇവിടെ സെന്ററിന്റെ അകത്ത് കൊണ്ട് ടോയ്ലറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ഭിത്തി കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, എനിക്ക് ചാറ്റ് കാണാൻ പറ്റത്തില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ പറ്റി പറഞ്ഞാൽ മതി. സർ, അപ്പം ഈ കിഴക്കാണ് ദർശനം എന്ന് വെച്ചാൽ കിഴക്കും പടിഞ്ഞാറും നേരെ ഡോർ വരണമെന്നോ അതോ അല്ലെ വിൻഡോ വരണമെന്നോ? എന്താ ജനലുകളോ വാതിലുകൊണ്ടോ കിളിവാതിൽ കൊണ്ടോ വായു കയറി ഇറങ്ങി പോകണം. ഒരാളുടെ മൂക്കാണ് കൺസെപ്റ്റ്. ആ ഗ്രഹനാഥന്റെ മൂക്കാണ് നോക്കണ്ടേ. ആ മൂക്കിന് ഉള്ള സമയത്തേക്ക് നേരെ വായു കയറി ഇറങ്ങി പോകണം. ഈ മൂന്നിന് അപ്പൊ ഈ രണ്ട് കിഴക്കും പടിഞ്ഞാറും ഈ ക്രോസ് ചെയ്യുന്ന ആ വരയില ഭിത്തികളൊന്നും വരരുതോ? ആ ഭിത്തി വരാൻ പാടില്ല. അവിടെ വായു കയറി ഇറങ്ങി പോകണം. ജനലുകളോ വാതിലുകളോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഒരു ഡയറക്ഷനിൽ നിന്ന് വന്ന് മറ്റേ ഡയറക്ഷനിലോട്ട് പോകുന്നവരെ ക്ലിയർ ആയിരിക്കണോ റൂട്ട്? ഇവിടുന്ന് വായു കയറി ഇറങ്ങി ഇപ്പുറത്തേക്ക് പോകണം. അതുപോലെ അവിടുന്ന് വായു കയറി ഇറങ്ങി ഇങ്ങോട്ട് വരണം. അപ്പൊ മാത്രമേ അത് കൃത്യമായിട്ട് വരത്തുള്ളൂ. ഓ, അപ്പൊ അവിടെ സ്റ്റെയർ ഒക്കെ ആണെങ്കിലും സ്റ്റെയർ വെക്കുവാണെങ്കിൽ സ്റ്റെയർ ഒരു ഒറ്റപ്പാളി ജനൽ വെച്ച് കഴിഞ്ഞാൽ ആ ജനലിന്റെ മുകളിലൂടെയോ താഴത്തോടെയോ സ്റ്റെയർ കൊടുക്കാം. സെൻട്രലാണെങ്കിൽ ഫ്രണ്ടിലെ ഡോറ് നടുക്കാണ്, പക്ഷെ ബാക്കിലെ ഡോറിൽ ക്വസ്റ്റ്യൻസിൽ ഒരു സാറ് സെക്ഷൻസ് എടുത്തു കഴിഞ്ഞിട്ട് ചെയ്യാമോ? ഓക്കെ ഓക്കെ ശരി. അടുത്ത വാസ്തുപ്രകാരമുള്ള ബെഡ് ഏത് സൈഡിലാണ് കൊടുക്കേണ്ടതെന്നാണ് അടുത്തത്. ഇപ്പൊ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ ഇതാണ് കൊടുക്കുന്നത് വിചാരിച്ചു. ഇപ്പൊ ദർശനം ഏതാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇത് കിഴക്കോ ആണെങ്കിൽ ഇത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പടിഞ്ഞാറേ ഭാഗം അല്ലെ തെക്കേ ഭാഗം ഇതിലിവിടെയാണ് പ്രധാന കിടപ്പുമുറി കൊടുക്കേണ്ടത്. അതിൽ ഏറ്റവും നല്ല തെക്ക് പടിഞ്ഞാറ് വശത്തുള്ള ഈ ഒരു കോൺഗ്രഹത്തിലാണ് ഏറ്റവും നന്നായിട്ട് മാസ്റ്റർ ബെഡ്റൂം കൊടുക്കണമെന്ന് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാല് നമുക്കറിയാം തെക്ക് വശത്തുള്ള നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം ആണെങ്കിലും പടിഞ്ഞാറെന്നുള്ള അറബിക്കടലാണ്, രണ്ടെണ്ണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാറ്റും കാര്യങ്ങളും കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ ഈ മൂലയെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജനലും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് വായു കയറി ഇങ്ങോട്ട് പോവുകയും ഇവിടുന്ന് വായു കയറി ഇങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ സംബന്ധിച്ചും റൂമിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വൈകുന്നേരം കഴിഞ്ഞാൽ കാറ്റ് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ മൺസൂണും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും തെക്ക് പടിഞ്ഞാറാണെന്നാണ് പറഞ്ഞത്.
പിന്നെ നമുക്ക് സൂര്യപ്രകാശം വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന വടക്കിഴക്കെന്ന് പറഞ്ഞു. അപ്പൊ വടക്കിഴക്കുന്ന് സൂര്യപ്രകാശം വരുമ്പോഴത്തേക്കും ആ ഏറ്റവും അവസാനം ചൂടെടുക്കുന്ന മുറി എന്ന് പറഞ്ഞാൽ ഏതാ? തെക്ക് പടിഞ്ഞാറ് മുറിയാ. അപ്പൊ നമുക്ക് ദമ്പതിമാർക്ക് ഏറ്റവും കൂടുതൽ സമയം കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന മുറി ഏതാ? തെക്ക് പടിഞ്ഞാറാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടാണ് തെക്ക് പടിഞ്ഞാറ് വശത്ത് ബെഡ്റൂം കൊടുക്കണം എന്ന് പറയുന്ന അർത്ഥം. തെക്ക് പടിഞ്ഞാറ് കൊടുക്കണതാണ് ഏറ്റവും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെക്കേ വശത്തോ പടിഞ്ഞാറ് വശത്തോ നിങ്ങൾക്ക് ബെഡ്റൂം കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം. ഒരു കാരണവശാലും നിങ്ങൾ വടക്കിഴക്ക് ദമ്പതിമാർക്ക് സ്ഥിരതാമസമുള്ള റൂം നിങ്ങൾ കൊടുക്കാതിരിക്കുക. ക്ലിയർ? ഓക്കെ. ഇത് ഏത് ദർശനമാണെങ്കിലും തെക്ക് പടിഞ്ഞാറാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. ഗൃഹനാഥനും ഗൃഹനായികയും കിടക്കേണ്ട ബെഡ്റൂം കിടക്കണം കേട്ടോ. അടുത്തത് വാസ്തുപ്രകാരം ഒരു വീട്ടില് ടോയ്ലറ്റിന്റെ സ്ഥാനം എവിടെയാണ് വരേണ്ടത്? ടോയ്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും വാസ്തുവിന്റെ അകത്ത് ടോയ്ലറ്റ് ഇന്ന സ്ഥലം വേണമെന്ന് പറഞ്ഞ വാസ്തുവിന്റെ ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ അതിലോ കാര്യങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല. ശരിക്കും പിന്നെ എപ്പോഴാണ് നമുക്ക് ടോയ്ലറ്റ് വന്നെന്ന് പറഞ്ഞാൽ ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ സാധനം വരുന്നത് ശൗചം ചെയ്യേണ്ടത് സ്ത്രീകളുടെ നേരെ, കുട്ടികളുടെ നേരെ, രോഗികളുടെ നേരെ, ഗുരുക്കന്മാരുടെ നേരെ, സൂര്യന്റെ നേരെ ഒന്നും പാടില്ല എന്നുള്ളൊരു ഇത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ മുറികൾക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രഹത്തിന്റെ മധ്യസൂത്രം പോകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ശുദ്ധമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ശുദ്ധമായിരിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, ഇതിനകത്ത് കർണസൂത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ലൈനിലേക്ക് ഒന്നും പോകുന്നില്ല. ഈ തെക്ക് പടിഞ്ഞാറ് വടക്കിഴക്കുള്ള ഒരു ലൈൻ ഇങ്ങനെ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഈ തെക്ക് പടിഞ്ഞാറുള്ള ഇവിടെ ഈ തെക്ക് പടിഞ്ഞാറ് വശവും വടക്കിഴക്കും ഈ രണ്ട് സ്ഥലം, ഈ ഒരു സെൻട്രൽ ലൈനിനും ഈ രണ്ട് മൂലകളിലും ഒരു കാരണവശാലും നിങ്ങൾ ടോയ്ലറ്റ് കൊടുക്കാൻ പാടില്ല. ഈ ഇവിടെ അശുദ്ധി വരാൻ പാടില്ല എന്നാണ് പറയുന്ന അർത്ഥം. അപ്പൊ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഒരു അശുദ്ധിയായിട്ട് കണ്ടുകൊണ്ടാണ് അവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ മോഡേൺകാരൊക്കെ 4 കോർണറിലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതുതായിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഈ 4 കോർണറും ഒഴിവാക്കി ഈ സെന്ററും കൂടെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ടോയ്ലറ്റ് കൊടുക്കുന്നതിനകത്ത് കുഴപ്പമില്ല. പിന്നെ വലിയ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ചതുർശാല, ത്രിശാല, ദിശാലയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെന്ററും കൂടെ നോക്കണം, നല്ലതാണ്. ഇത് ഏകശാല, ഒറ്റ ക്വാണ്ടിറ്റി കെട്ടിടങ്ങളിൽ ഒരു ശാലയായിട്ട് ചെയ്യണമെങ്കിൽ ഈ ക്രോസ് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ക്രോസ് നോക്കിയാൽ നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ, നിർബന്ധമില്ല. പക്ഷെ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ സെൻട്രൽ ലൈനും ഈ തെക്ക് പടിഞ്ഞാറ് കോർണറും വടക്കിഴക്ക് കോർണറിലും നിങ്ങൾ ഒരു കാരണവശാലും ടോയ്ലറ്റ് കൊടുക്കരുത്. അതുകൂടെ നിങ്ങൾ ഡിസൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടാണ് അവിടെ ടോയ്ലറ്റ് കൊടുക്കണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വാസ്തുകാരി നാളെ പറയും ഇത് മാറ്റിക്കൊള്ളാൻ പറയും. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഈ തെക്ക് പടിഞ്ഞാറ് ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴും നിങ്ങൾ ഈ സെൻട്രൽ ലൈനും അതേപോലെ ഇവിടെ ഇനിയിപ്പോ നിങ്ങളുടെ കിഴക്ക് എന്ന് പറയാൻ നിങ്ങളുടെ ദർശനം തെക്കുവശത്തായിരുന്നെങ്കിലോ, ഇപ്പൊ തെക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് വടക്ക്, ഇത് കിഴക്കാരെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ലൈനകത്ത് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. ഈ തെക്ക് പടിഞ്ഞാറ് മൂലം കൊടുക്കാൻ പാടില്ല, വടക്കിഴക്ക് മൂലമാണ്. വടക്കിഴക്കും തെക്ക് പടിഞ്ഞാറും സെയിം തന്നെയാണ്. പക്ഷെ ഗ്രഹമധ്യസൂത്രം എന്ന് പറയുന്ന സെൻട്രൽ ലൈൻ ആ ദർശനത്തിനനുസരിച്ച് മാറും, അവിടെ കൊടുക്കാൻ പാടില്ല. ഇതാണ് നിങ്ങൾ അടുത്ത് നോക്കേണ്ട കാര്യം. ക്ലിയർ? പിന്നെ അടുത്തെന്ന് പറഞ്ഞാല് ഞാൻ മിക്ക ആളുകൾക്കുള്ള സംശയങ്ങളാണ് ഞാനിപ്പോ ആദ്യം പറഞ്ഞത്. അതിന്റെ പിന്നെ നിങ്ങളുടെ ലൈവ് Q&A സെലക്ഷൻ പോകും. അപ്പൊ കന്നിമൂലയിൽ കൂടെ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഇതിനകത്ത് വേസ്റ്റ് പോയാൽ കുഴപ്പമുണ്ടോ? എക്സ്ക്യൂസ് മീ, തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും പാടില്ലെന്നല്ലേ പറഞ്ഞ കോർണേഴ്സിൽ? പാടില്ല. അതല്ലേ കറക്റ്റ് അല്ലേ? തെക്ക് പടിഞ്ഞാറ് കോർണറും വടക്കിഴക്ക് കോർണേഴ്സ് ഒരു കാരണവശാലും ഈ സെൻട്രൽ ലൈനും പാടില്ല, ടോയ്ലറ്റ് പാടില്ല. ഓക്കെ സർ, താങ്ക് യു. നമ്മൾ അടുത്ത് പറയുന്നത് കന്നിമൂലക്കകത്ത് ഇതിന്റെ അകത്ത് വേസ്റ്റ് പൈപ്പ് പോയാൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. അപ്പൊ ആദ്യം കന്നിമൂല എന്ന് പറഞ്ഞ മൂല ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ കന്നിമൂല എന്നൊരു മൂലയെ പറ്റി സാറ് പറയുന്നില്ല. ആകെ പറയുന്നത് വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. ഇനി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ രാശിയായിട്ടാണ് വെച്ചിരിക്കുന്നത്, രാശിചക്രം. അപ്പൊ രാശിചക്രം തിരിച്ചിട്ട് വാസ്തുവിന്റെ അകത്ത് പറയണത് എന്താണെന്ന് വെച്ചാല് അത് നമ്മുടെ മലയാള മാസം അറിയാലോ എങ്ങനെയാ? മീനം, മേടം, എടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം. ഇതിന്റെ അകത്ത് ഈ കിണറിന്റെ സ്ഥാനം പറയുന്നുണ്ട്. ഈ 5 രാശികളിൽ കിണറിന്റെ സ്ഥാനം ഉണ്ടെന്ന് മാത്രമേ വാസ്തുവിൽ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു പ്ലോട്ട് ഇതാണ് ആ രാശിചക്രം വന്നപ്പോഴത്തേക്കും ഇത് ആണ് ആ പ്ലോട്ടിന്റെ ആയിട്ട് വന്നപ്പോഴത്തേക്കും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ പറയുന്ന ഒരു 9981 പദങ്ങൾ, ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, അതിന്റെ അകത്ത് പറയുന്ന ഒരു ചെറിയൊരു പദമുണ്ട്. ആ ഒരു പദത്തിൽ പറഞ്ഞ കാര്യങ്ങള് വാസ്തുവിലുള്ള ആൾക്കാർ നേരെ കയറ്റിയെടുത്ത് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല എന്നൊരു മൂല ഉണ്ടാക്കി ഒരു വലിയ ഇതിലേക്കാക്കി. ശരിക്കും പറഞ്ഞാൽ വാസ്തുവിന്റെ അകത്തൊരു കന്നിമൂല എന്നൊരു മൂല എന്ന് പറഞ്ഞ സാധനം പറ്റി ഇല്ല. ശരിക്കും അങ്ങനെ ഒരു സാധനം ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിരീതി കൊണ്ട് വരുന്ന ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇവിടെ ആ ഒരു ഇതാണ് കന്നിമൂല എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരികയും ഇതിലേക്ക് വരികയും അപ്പൊ ഇത് ഭയങ്കര വലിയ കാര്യമാണ് കന്നിമൂല എന്നുള്ള പേരിലേക്ക് വരികയും പേടിപ്പിക്കാനും തുടങ്ങി. അങ്ങനെയാണ് ഇതിനകത്തോടെ സെപ്റ്റ് ടാങ്ക് അല്ലെങ്കിൽ ഇത് വന്നത്. 4 കോർണറും സെന്റർ ഒഴിവാക്കി കൊടുക്കുന്നത് കുഴപ്പമില്ല. ഇതിലേക്കൂടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പ് പോയെന്ന് ഓർത്തോ അല്ലെങ്കിൽ അതിനകത്തൊരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ നേരത്ത് അതിന് വേണ്ടിയിട്ട് 4 സെപ്റ്റ് ടാങ്കിന് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല.
ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പ് ലീക്ക് ഇല്ലാതെ പോകുന്നതിനകത്ത് കുഴപ്പമില്ല. ക്ലോസ്ഡ് അല്ലാതെ ഇവിടെ ലീക്ക് ആയിട്ട് വരുന്ന രീതിയിലേക്ക് മല്ലമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലതല്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തത് പറഞ്ഞാൽ സ്റ്റെപ്പിന്റെ എണ്ണവും ലാഭവും നഷ്ടവും തമ്മിലുള്ള പ്രശ്നം. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംശയം വരുന്ന സാധനമാണ്. ലാഭമാണോ നഷ്ടമാണോ? ശരിക്കും ഈ ലാഭവും നഷ്ടമായിട്ട് നമുക്ക് ബന്ധമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ശരിക്കും നമ്മുടെ ലാഭവും നഷ്ടമായിട്ട് ഇതിനൊരു ബന്ധമില്ല എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നതിന്റെ അർത്ഥം? അതായത് നിങ്ങൾ ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുക. സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ട് നിങ്ങളെ ടൈം ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ നോക്കുക, എന്നിട്ട് ഒരു കാലം നിങ്ങൾ നിൽക്കുക. മിക്കവാറും നിങ്ങൾ ആദ്യം ഇടത്തേക്കാലം അല്ലെ വലത്തേക്കാലം നിൽക്കുക. എന്നിട്ട് അതിന്റെ ടൈം നിങ്ങൾ എത്രയാണ് സെക്കൻഡ് എഴുതി നോക്കുക. അടുത്ത കാലിൽ നിങ്ങൾ ഒറ്റക്കാലം നിന്ന് നോക്കുക. അപ്പൊ നിങ്ങൾ ടൈം നോക്കുക. മെജോറിറ്റി ആളുകൾക്കും ഇത് രണ്ടും രണ്ടായിരിക്കും. എന്ന് വെച്ചാൽ മെജോറിറ്റി ആളുകൾക്കും ഏതെങ്കിലും ഒരു കാലിനായിരിക്കും ഏറ്റവും കൂടുതൽ സമയം ഒറ്റക്കാലിൽ നിൽക്കാൻ പറ്റുന്നത്. അതും മെജോറിറ്റി ആളുകൾക്കും റൈറ്റ് ആയിരിക്കും പറ്റുന്നത്. അപ്പൊ വലത്തെ കാലിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്കും ഒറ്റക്കാലിൽ നിൽക്കാൻ പറ്റുന്നത്. ഞാനിത് വേണമെങ്കിൽ പറഞ്ഞ് നിങ്ങൾക്ക് ട്രയൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് നോക്കാം. അപ്പം നമുക്ക് ബലമുള്ള കാലം എന്ന് പറഞ്ഞാൽ വലത്തേക്കാലാണ്. അപ്പൊ നമ്മളൊരു സ്റ്റെപ്പിലേക്ക് കയറുമ്പോഴത്തേക്കും നമുക്ക് ബലമുള്ള കാലം ആദ്യം വെച്ച് ലാസ്റ്റ് ബലമുള്ള കാലിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് ആയാതിരിക്കും. നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ലാഭം നഷ്ടം ലാഭം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അത് ശരിക്കും കൺസെപ്റ്റ് നമുക്ക് ബലമുള്ള കാലിൽ ആദ്യത്തെ കാലം കയറുക, ലാസ്റ്റ് ബലമുള്ള കാലിൽ ലാൻഡ് ചെയ്യുക. അപ്പൊ നമ്മൾ സ്റ്റെയർ കേസ് ചെയ്യാൻ നേരത്തെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബലമുള്ള കൈ വലത്തെ കൈയിൽ പിടിച്ച് വേണം കയറാനായിട്ട്. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ അർത്ഥം. ഇതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്കവേറ്റർ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ തിയേറ്ററിലോ അല്ലെങ്കിൽ ഇവിടെ മാളിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനൊക്കെ, അവിടെ പോയിട്ട് നിങ്ങൾ മുകളിൽ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആദ്യമേ കയറണം ഫസ്റ്റ് വെക്കണ കാല് വലത്തേക്കാലായിരിക്കും. അത് ലാസ്റ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്തും വലത്തേക്കാലായിരിക്കും. കാരണം അവർ രണ്ടും അതേസമയം വെറുതെ നിന്നിട്ട് ലാസ്റ്റ് കയറാൻ നേരത്തും ഇറങ്ങാൻ നേരത്തും വെക്കുന്നത് വലത്തേക്കാലായിരിക്കും. അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല, അവരറിയാതെ ചെയ്യണതാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ബലമുള്ള കാലിലാണ് ആദ്യം ബ്രെയിൻ ഫസ്റ്റ് വരുന്നത്, ലാസ്റ്റ് ബലമുള്ള കാലിലേക്ക് ബ്രെയിൻ ആണ് നമുക്ക് ഫീഡ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴാതിരിക്കും എന്നുള്ള മാത്രം ഇതിനകത്ത് അർത്ഥമുള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ പറയണമെങ്കിലോ നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞ് ക്ലിയർ ആണോ? സാറേ ഇപ്പൊ പറഞ്ഞവരെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? സ്റ്റെപ്പിന്റെ ആണോ? അതെ അതെ. സ്റ്റെപ്പ് നമുക്ക് നമുക്ക് ബലമുള്ള കാലം ബലമില്ലാത്ത കാലം എന്ന് പറഞ്ഞാൽ രണ്ട് കാലിനും ഒരേ ബലം ആയിരിക്കത്തില്ല. നിങ്ങളൊരു ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുക, മൊബൈൽ എടുക്കുക, ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുക. ഒരു സ്റ്റോപ്പ് വാച്ച് നിങ്ങൾ എടുത്തിട്ട് ആ സ്റ്റോപ്പ് വാച്ചിന്റെ അത് നിങ്ങൾ ഒരൊറ്റ കാലിൽ നിങ്ങളുടെ ശരീരം മൊത്തം എത്ര സമയം നിൽക്കുമെന്ന് നിങ്ങൾ നോക്കുക. ടൈം എഴുതി വെക്കുക. അടുത്ത കാലിൽ നിങ്ങൾ എടുത്തു നോക്കുക ഒറ്റ കാലിൽ എത്ര സമയമാണ് നിൽക്കുന്നത്. രണ്ട് കാലിലും നിൽക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഡിഫറന്റ് ആയിരിക്കും, ഒരിക്കലും ഒരേ സമയത്തായിരിക്കത്തില്ല മെജോറിറ്റി ആളുകൾ. അതിന്റെ അകത്ത് തന്നെ മെജോറിറ്റി ആളുകൾക്കും വലത്തെ കാലിലായിരിക്കും ഏറ്റവും കൂടുതൽ സമയം നിൽക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ബലമുള്ള കാലം എന്ന് പറഞ്ഞാൽ വലത്തെ കാലാണ്. അപ്പൊ ഒരു സമനിരപ്പിൽ നിന്നും നമ്മളൊരു ഇതിലേക്ക് ഹൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ബലമുള്ള കാലിലേക്കായിരിക്കും നമ്മൾ ആദ്യം നമ്മുടെ ബ്രെയിൻ പറയുന്നത്. ആ ബലമുള്ള കാലിലേക്ക് നമ്മൾ കയറും. നമ്മൾ ഒരിക്കലും നമ്മൾ ഓരോ വീട്ടിലുള്ള സ്റ്റെപ്പ് കയറാൻ നേരത്ത് നമ്മൾ വലത്തേക്കാല് കയറണം എന്ന് പറഞ്ഞ് നമ്മൾ പോകത്തില്ല. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കയറി പോവുള്ളൂ. ആ കയറി പോകാനുള്ള സിഗ്നൽ തരുന്നത് നമ്മുടെ ബ്രെയിനാ. ആ ബ്രെയിൻ തരുന്ന സിഗ്നൽ നേരെ വലത്തേക്കാലിൽ കയറാനായിരിക്കും. അതിന് ലാസ്റ്റ് വരുന്നതും വലത്തേക്കാലിലായിരിക്കും നമ്മൾ കയറുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കയറണമെങ്കിൽ നമുക്ക് ബലമുള്ള കാലിലാണ് നമ്മൾ ലാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ താഴെ വീഴാതിരിക്കും. പക്ഷെ നമുക്ക് അത്രയും നമുക്ക് ഉറപ്പുള്ള കാലിലാണ് നമ്മൾ ലാൻഡ് ചെയ്യണത്. അതല്ല ഇടത്തേക്കാലാണെങ്കിൽ നമുക്ക് തരും, നമുക്ക് അത്രയും ബലമില്ല, അപ്പം താഴെ വീഴുന്നല്ല. കമ്പാരിറ്റീവ്ലി നമുക്ക് ബലമുള്ള കാലിൽ നമ്മൾ കയറി കമ്പാരിറ്റീവ്ലി നമ്മൾ ബലമുള്ള കാലിൽ തന്നെ ലാൻഡ് ചെയ്യുമ്പോഴും നമ്മൾ താഴെ വീഴാതിരിക്കും. അതിനുള്ളൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എക്സ്കവേറ്ററിന്റെ താഴെ പോയി നോക്കി കഴിഞ്ഞാൽ മതി. വായി നോക്കാനോ കാര്യങ്ങളോ അല്ലാട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കിയാൽ മതി ആൾക്കാർ എവിടെയാണ് ഏറ്റവും കൂടുതൽ ആദ്യം കാല് വെക്കുന്നത്, ഏതാണ് വലത്തേക്കാലാണോ ലാസ്റ്റ് ലാൻഡ് ചെയ്യണ വലത്തേക്കാലാണോ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ സാർ, താങ്ക് യു. ചോദിച്ചോ ഹലോ സർ. ചോദിച്ചോ. സാർ കന്നിമൂല കോൺസെപ്റ്റിനെ കുറിച്ച് ഒന്നുകൂടെ പറയാമോ? അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ലെന്നാണ് പറയുന്നത്. അതോ വീട് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് കന്നിമൂലയായിരിക്കും. കന്നിമൂലയെ കുറിച്ച് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയാമോ? ഓക്കെ, കന്നിമൂല എന്നൊരു മൂല ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഇപ്പൊ ഈ യൂട്യൂബ് ചാനലിനകത്തോ അല്ലെങ്കിൽ ഇതിനകത്ത് ആൾക്കാർ പറഞ്ഞ പോലെ പേടിപ്പിക്കുന്ന രീതിയിലൊന്നും കന്നിമൂലയെ പറ്റി ഒരു സാധനം ഇല്ല. ശരിക്കും ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ രാശിചക്രം വെച്ചിട്ട് നമ്മൾ കിണറിന് സ്ഥാനം പറയുന്നുണ്ട്. അപ്പൊ മീനം മേടം ഇടവെന്നാണ് പറഞ്ഞത്. അതുപോലെ 5 രാശികളിൽ കിണറാവാം.
അവിടെയാണ് രാശിചക്രത്തെ പറ്റി പറഞ്ഞ് ഇത്ര കാര്യങ്ങളെ അതിനെ പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് കനിരാശി എന്ന് പറഞ്ഞതിനെ പറ്റിയോ കന്നിമൂല എന്ന് പറഞ്ഞ സാധനത്തെ പറ്റിയോ പറയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ആ 9, 9, 81 പദങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിനകത്തെ ആ അവസാനത്തെ 9, 9, 81 പദങ്ങളുടെ അവസാനത്തെ ഒരു പദത്തിൽ തെക്ക് പടിഞ്ഞാറ് വശത്ത് വരുന്നുണ്ട്. ആ പദത്തിന്റെ അകത്ത് ഇന്നത് വരാൻ പാടില്ല ഇന്നത് വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ പദമാണ് ശരിക്കും പറഞ്ഞാൽ 4-1 മാറ്റുന്നത്. അപ്പൊ അത് ഇത്തിരി ടെക്നിക്കലാണ്, എന്നാലും ഞാൻ ചോദിച്ചോണ്ട് ഞാൻ പറയാം. പക്ഷെ എല്ലാവർക്കും അത് ദഹിക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ പറയാം. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഇപ്പൊ നമ്മൾ ഈ വാസ്തുവിൽ നവവർഗ പദകൽപ്പന എന്ന് പറഞ്ഞത് 9, 9, 81 പദങ്ങളുടെ ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞത്. ആ ഗ്രിഡ് സിസ്റ്റത്തിന്റെ അകത്ത് വെച്ചിട്ടാണ് ഇവര് ഇതിനകത്ത് സാധനങ്ങളൊക്കെ ചെയ്യണത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ നേരത്ത് ഈ 9, 9, 81 പദങ്ങളായിട്ട് ഇങ്ങനെ തിരിക്കും. ഇതിന് നവവർഗ പദകൽപ്പന എന്ന് പറഞ്ഞത്. ഈ നവവർഗ പദകൽപ്പനയ്ക്കകത്ത് ഇങ്ങനെ പറയാൻ നേരത്ത് അവസാനം പറയുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പോയിന്റിന് പകരമായിട്ട് വാസ്തുവില് എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ വലുതാക്കിയിട്ട് ഇത്രയും പോയിന്റിലേക്ക് ആക്കി മാറ്റി. ശരിക്കും നമ്മൾ ഈ ഒരു 9, 9, 81 പദങ്ങളുള്ള ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സാർ അത് വരയ്ക്കുന്നത് കാണുന്നില്ല എന്ന് തോന്നുന്നു. വരയ്ക്കുന്നത് കാണുന്നില്ലേ? ഇല്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. കളറില്ല. ഒരു മിനിറ്റ്. ഇപ്പോഴോ കാണുന്നുണ്ടോ? കാണാൻ സാർ. ഓക്കെ. ഇപ്പൊ 9, 9 ഇത് പല ഇതുണ്ട്. അതായത് 8, 64 പദങ്ങളുള്ള പദങ്ങള്, 9, 9, 81 പദങ്ങള്, 10, 10, 100 പദങ്ങൾ, അങ്ങനെ പല ഗ്രിഡ് സിസ്റ്റം ആണ്. ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഗ്രാഫ് ഉപയോഗിച്ചിട്ടില്ലേ? ഗ്രാഫ് പേപ്പർ ഉണ്ടല്ലോ, ആ ഗ്രാഫ് പേപ്പർ പകരം ഒരു ഇങ്ങനത്തെ ഒരു ഗ്രാഫിലേക്ക് ആക്കിയിട്ട് അതിന്റെ അത് ഓരോ പ്ലോട്ടുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ 9, 9, 81 പദങ്ങൾ എന്നും പറഞ്ഞ് ഇങ്ങനെ തിരിക്കുന്നുണ്ട്. അതാണ് നവവർഗ പദകൽപ്പന. നിങ്ങൾ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കണമെങ്കിൽ നോക്കാം കേട്ടോ. നവവർഗ പദകൽപ്പന. അതിന്റെ അകത്ത് ഈ 9, 9, 81 പറയുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ 4 ആക്കിയിട്ട് ഈ 4-1 ആക്കിക്കണേ. ശരിക്കും ഈ 9-1 ടോട്ടൽ നീളത്തിന്റെ 9-1 നോക്കണതിന് പകരമായിട്ട് നമ്മളിപ്പോ നോക്കണം എങ്ങനെയാ? ടോട്ടൽ നീളത്തിന്റെ 4-1 നോക്കണം. അത്രയും ഭാഗത്തേക്ക് നമ്മൾ എടുക്കാത്ത രീതിയിലേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്. നോക്കേണ്ടത് ഈ 9-1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് വേണ്ടത്. കാരണം ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞ മൊത്തം ഈ ഇതാ നവവർഗ പദകൽപ്പനയ്ക്കകത്താണ് പറയണത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. കന്നിമൂല എന്നൊരു മൂല എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളത് വെച്ചാൽ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇത് ഈ പറഞ്ഞേക്കണത് മീനം മേട ഇടവെന്നുള്ള രാശികൾ പറയാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ രാശിചക്രം പറഞ്ഞ് കൃത്യമായിട്ട് പറയുന്നത്. ബാക്കിയെല്ലാം പറയുന്നത് നവവർഗ പദകൽപ്പനയെ പറയുന്ന ഈ 9, 9, 80 പറയുന്ന ഈ ഒരു പദത്തിൽ പറഞ്ഞ സാധനങ്ങളാണ് മൊത്തം ഇങ്ങോട്ടായി പറയുന്നത്. അത് ഇത്തിരി ടെക്നിക്കലാണ്. അത് എല്ലാവരും ക്ലിയർ ആകുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ഒരൊറ്റ പോയിന്റിലുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ 4-1 പദത്തിലേക്ക് ആക്കിയിട്ട് എല്ലാവരും കൂടെ ഇപ്പം കന്നിമൂല എന്ന് പറഞ്ഞൊരു മൂലയാക്കി കൊടുക്കുന്നത്. ഈ കന്നിരാശിയാണ് കന്നിമൂല എന്ന് പറഞ്ഞത്. ഇവിടെ 12 മാസങ്ങളുണ്ടല്ലോ, മലയാള മാസം. ആ 12 മാസങ്ങളാണ് ഇത് ഈ പ്രതിദാനം ചെയ്തത്. അതാണ് നമ്മളിപ്പോ അടുത്ത നമ്മുടെ മേടം തൊട്ട് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്ന് പറഞ്ഞത് ആ ഒരു രാശിചക്രമാണ്. ഇപ്പൊ എപ്പോഴും നടക്കുന്നത് മീനാണ് ഇപ്പൊ നടക്കുന്നത്. ഇതെല്ലാം ഇവിടെ നടക്കുന്നത് മലയാള മാസം. ഇവിടെ നിന്ന് നോക്കിയാൽ മതി. ഇവിടെയാണ് മീനത്തിലാണ് ഏറ്റവും നന്നായിട്ട് കിണറിന്റെ സ്ഥാനം എന്നല്ല പറഞ്ഞത്. അത് ഇവിടെയാണ്. ഇങ്ങനെയാണ് ആ രാശിചക്രം പോകുന്നതെന്ന് മാത്രം. ക്ലിയർ ആയോ? അതായത് സാർ ഇപ്പൊ നമ്മളൊരു സ്ഥലം എടുക്കുവാണെങ്കിൽ അതിനെ 4-1 എടുക്കാതെ 9-1 ഭാഗമായിട്ട് കൺസിഡർ ചെയ്താൽ മതി, അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്?
അല്ല, നമ്മൾ എന്തിനാ ഈ 4-1 9 ആക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്താ നമ്മുടെ ആവശ്യം എന്താ? അല്ല, ഈ കന്നിമൂല എന്ന് പറഞ്ഞ ഒരു സ്ഥാനം ഒഴിവാക്കാൻ വേണ്ടി അല്ലേ? അല്ല, കന്നിമൂല എന്ന് പറഞ്ഞ ടോട്ടൽ നീളത്തിന്റെ 4 തന്നെയാ. കന്നിമൂല 9 ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇല്ല, പറഞ്ഞത് കന്നിമൂല എന്നും പറഞ്ഞ് പാലിക്കേണ്ട നിയമങ്ങൾ പറയണത് മൊത്തം ശരിക്കും ആ 9 മൂലയ്ക്കകത്ത് പാലിക്കേണ്ട നിയമങ്ങളാണ് കന്നിമൂലയിലേക്ക് എടുത്ത് മാറ്റിയാക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ആ, എന്റെ ഓക്കെ, ഓക്കെ. പറഞ്ഞ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ശരിക്കും ആ ടോട്ടൽ നീളത്തിന്റെ 9 വരുന്ന ആ ഒരു ചെറിയ പോർഷനിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളെല്ലാം കൂടെ എടുത്ത് ടോട്ടൽ നീളത്തിന്റെ 4-1 അങ്ങ് മാറ്റിയിട്ട് പേര് കൊടുക്കുന്നു ഞാൻ പറഞ്ഞു. ആ, ഓക്കെ, ഓക്കെ. സാർ നമുക്ക് ഇപ്പൊ ഫേസിന്റെ മധ്യസൂത്രം എന്ന് പറഞ്ഞില്ലേ, അത് ആ ബിൽഡിങ്ങിന്റെ സെന്ററിൽ കൂടിയാണോ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഡോറിന്റെ സെന്ററിൽ കൂടി പോകണമെന്നുണ്ടോ? അല്ല. അല്ലെങ്കിൽ ആ വീടിന്റെ സെന്ററിൽ കൂടി മതി? വീടിന്റെ സെന്റർ, അതിനകത്ത് ആ വീടെന്ന് പറയുന്ന ഒരേ തറയോട് കൂടി ഒരേ വാർപ്പോട് കൂടി ആ ചെയ്തേക്കുന്ന ബലം താങ്ങുന്ന ആ ഭിത്തിപ്പുറമായിട്ടുള്ള അളവ്, ആ ഭിത്തിപ്പുറത്തിന്റെ കറക്റ്റ് സെന്ററിലാണ് നോക്കേണ്ടത്. അവിടെയാണ് വായുസഞ്ചാരം കൊടുക്കുന്നത് പറഞ്ഞത്. അതാണ് ഗ്രഹമധ്യ സൂത്രം എന്ന് പറഞ്ഞത്. ബ്രഹ്മസൂത്രവും യമസൂത്രവും വേറെയാണ് കേട്ടോ. ഞാൻ അതുകൂടെ പറഞ്ഞേക്കാം. നിങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോയി. ഞാൻ ഈ പറഞ്ഞ കേട്ടപ്പോഴത്തേക്കും അങ്ങനെ അല്ലല്ലോ നിങ്ങൾ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ച ചിലപ്പോൾ ബ്രഹ്മസൂത്രം യമസൂത്രം എന്നായിരിക്കും പഠിച്ചത്. ഈ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ ആ പ്ലോട്ടിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഖണ്ഡീകരണമൊക്കെ നടത്തുമ്പോഴാണ്. ആ പ്ലോട്ടിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും കിഴക്ക് പടിഞ്ഞാറ് പോകുന്നതാണ് ബ്രഹ്മസൂത്രം. ആ പ്ലോട്ടിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും തെക്ക് വടക്ക് പോകുന്നതാണ് യമസൂത്രം. ഇത് രണ്ടും അല്ല ഞാൻ ഈ പറഞ്ഞ സാധനം. ഞാൻ പറഞ്ഞത് ഗ്രഹമധ്യ സൂത്രം എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ അല്പക്ഷേത്ര വിധി അനുസരിച്ച് ചെറിയ പ്ലോട്ടില് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിങ്ങൾ വീട് പണിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഓക്കെ, താങ്ക് യു. നമ്മുടെ റൂമിന്റെ ഒക്കെ ഈ അളവുകൾക്ക് എന്തെങ്കിലും നീളം വീതി ഇങ്ങനെ എന്തെങ്കിലും കണക്കുകൾ സൂക്ഷിക്കേണ്ടതുണ്ടോ? ഈ മരണക്കണക്കെന്നൊക്കെ പറയുന്നത് എന്താണ് സംഭവം? അത് ഇത്ര നീളമാണ്, ഇത്ര വീതി വേണം, അങ്ങനെ എന്തെങ്കിലും റേഷ്യോയോ പ്രൊപ്പോർഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അത് ഇപ്പൊ നമുക്ക് നമ്മുടെ ഇതാണ് നമ്മുടെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം ആണ് നമ്മുടെ ഒരു വയസ്സായിട്ട് പറയുന്നത്. ഇതേ സാധനം തന്നെയാണ് വാസ്തുവിന് ഓരോ ഇതിനും പറയുന്നത്, ഓരോ മുറികൾക്കും. ഇത് ബാല്യം കഴിഞ്ഞ കൗമാരം, കൗമാരം കഴിഞ്ഞ യൗവനം, യൗവനം കഴിഞ്ഞ വാർദ്ധക്യം, വാർദ്ധക്യം കഴിഞ്ഞ മരണം, മരണം കഴിഞ്ഞ പിന്നെ ബാല്യം. ഇതിങ്ങനെ അളവുകൾക്കും അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ അകത്ത് മരണം എന്ന ശ്രേണിയിലുള്ള അളവുകൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ശരിക്കും മരണം എന്നുള്ള ശ്രേണിയിലുള്ള അളവുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകുന്ന കാര്യങ്ങളോ ഒന്നും അല്ല. അത് വെച്ചാൽ ഉള്ളതിൽ ഏറ്റവും മോശമായിട്ടുള്ള അളവെന്ന് പറഞ്ഞുള്ളൂ. വർജ്യം എന്നൊരു സാധനം പറയുകയാണെങ്കിൽ അതാണ് ഒരു കാരണത്തിൽ എടുക്കാൻ പറ്റില്ല. വർജ്യം എന്ന് പറഞ്ഞാൽ വിഷ, അത് വേറെ സാധനം. വർജ്യമായിട്ടുള്ള സാധനങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. മരണച്ചുറ്റ് എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നുള്ള കൺസെപ്റ്റ് അല്ല പറയുന്നത്. അപ്പം അത് വേറെ കൺസെപ്റ്റ്. ഈ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാല് 1 കോൽ 72 അളവിലേക്ക് പറഞ്ഞു തന്നെ പറയണോ, എങ്ങനെയാ ചെയ്യണമെന്ന് പറയണോ? അതൊന്നും പറഞ്ഞാൽ നല്ലതായിരുന്നു സർ. ഹലോ ഹലോ സർ, അതൊന്ന് പറയാ, ചെറുതായിട്ടെങ്കിലും ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്താണ് അതിന്റെ കണക്ക് റേഷ്യോ എന്നുള്ളത്? ശരി, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ കാണുന്നു. ഓക്കെ. നമ്മള് ചുറ്റളവ് ചെയ്യുന്നത് നമുക്ക് ഓരോ പ്രൊപ്പോർഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്നത് 1 കോൽ എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ എന്നുള്ള അളവാണ് വരുന്നത്. എക്സ്ക്യൂസ് മീ സാർ, ആരോ മ്യൂട്ട് ചെയ്തിട്ടില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്, ഒന്നും ക്ലിയർ ആവുന്നില്ല. ആ രമ എന്ന് പറയുന്ന സ്ക്രീനിൽ കാണിക്കുന്നവരുടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞെങ്കിൽ നല്ലതായിരുന്നു. ഒന്നും ക്ലിയർ ആവുന്നില്ല സാർ ഇവിടെ, പ്ലീസ്. അത് എനിക്കറിയാം. ഹോസ്റ്റ് ഒന്ന് കേൾക്കാവോ? ഞാൻ ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്യുന്നവരെ മാത്രം അൺമ്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയാലും മതി കേട്ടോ, പിന്നെ കുഴപ്പമില്ല. ഓക്കെ, സർ. 1 കോൽ 72 സെന്റിമീറ്റർ എന്നുള്ള കോൽ കണക്ക് ഇതാണ് നമ്മൾ എടുക്കുന്ന രീതി. അപ്പൊ 1 കോൽ 72 സെന്റിമീറ്റർ തന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് പല നാട്ടിലും പല രീതിയിൽ പ്രാദേശികമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഞവരനെല്ല്, ഞാൻ ടെക്നിക്കിലേക്ക് പോകുന്നില്ല, എന്നാലും ഒരു ഞവരനെല്ല് എന്ന് പറയുന്ന ഒരു നെല്ല് ഇപ്പൊ നമുക്ക് ഏതാണ് സ്ഥലത്ത്, പണ്ട് കാലങ്ങളിൽ ഇതേപോലെ ടേപ്പോ അല്ലെ മെഷറിംഗ് സ്റ്റേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു യൂണിഫോം ആയിട്ട് നമുക്ക് എല്ലായിടത്തും ഒരേപോലെ കൊടുക്കാവുന്ന ടേപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ ഞവരനെല്ലെന്ന് പറയുന്നത് ആ വിളഭൂമി ആക്കിയിട്ട് അവിടെ അവർ വിളക്കും. അതിന്റെ അകത്ത് ആ ഞവരനെല്ലുകൾ വെച്ചിട്ടാണ് അതിന്റെ അകത്ത് അങ്കുലം എന്ന് പറയുന്ന അളവാക്കുകയും ആ അങ്കുലങ്ങൾ ചേർന്നിട്ടാണ് കോലുണ്ടാകുകയും ചെയ്തത്. അപ്പം ആ രീതിയിലേക്ക് പോകുമ്പോൾ 24 അങ്കുലങ്ങൾ ചേർന്നതാണ് 1 കോല്.
അപ്പൊ ആ ഞവരനെല്ലിന്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ആ നമ്മുടെ നടുവിരലുണ്ട്, നടുവിരലിന്റെ ഈ ഒരളവ് ഏകദേശം ഒരു 3 സെന്റിമീറ്റർ ആണ് വരുന്നത്. ചില ആളുകൾക്ക് ചില സമയങ്ങളിൽ 3 ചിലടത്ത് 3 അപ്പൊ അത് മാറിക്കൊണ്ടിരിക്കും. അതിനെയാണ് 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 72 സെന്റിമീറ്റർ അടുപ്പിച്ചിലേക്ക് അളവിലേക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ആ ഞവരനെല്ലിന്റെ വ്യത്യാസത്തിനനുസരിച്ച് ആ ഞവരനെല്ല് വെച്ചിട്ടാണ് ഈ അങ്കുലത്തിൽ നിന്നുള്ള ഒരു ടേപ്പിന്റെ ഒരു മുഴക്കോലിന്റെ അകത്ത് ആക്കിയിട്ട് അതിനെയാണ് അവർ റെഡിയാക്കി വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പ്രാദേശികമായിട്ട് പല സ്ഥലത്തും പല അളവുകൾ വന്നത്. ചിലയിടത്ത് 75 സെന്റിമീറ്റർ വരുന്നു, ചിലയിടത്ത് 73 സെന്റിമീറ്റർ വരുന്നു, ചിലയിടത്ത് 73 വരുന്നു. അതിൽ ആ വരുന്ന ഞവരനെല്ലിന്റെ ആ വലിപ്പത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പ്രൊപ്പോർഷണൽ രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കുള്ളതാണ്. കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് 1 കോൽ 72 സെന്റിമീറ്റർ എന്നുള്ള കോൽ കണക്ക് സ്വീകരിക്കുന്നതിനകത്ത് കുഴപ്പമില്ല. അല്ലെങ്കിൽ അതാത് സ്ഥലത്തിനായിട്ടുള്ള നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും വലിയ താന്ത്രിക പ്രതിഷ്ഠയുള്ള ആ ദേവാലയം ചെയ്തേക്കുന്ന ആ കോൽ കണക്ക് അത് ഏതാണോ അത് നിങ്ങൾക്ക് സ്വീകരിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പം ആ രീതിയിൽ ചെയ്യാം. അപ്പം 1 കോൽ 72 സെന്റിമീറ്റർ എന്നുള്ള കോൽ കണക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, 1 കോൽ 72 സെന്റിമീറ്റർ എന്ന് പറയുന്ന കോൽ കണക്ക് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് 1 കോൽ എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ ആണ്. 1 കോൽ എന്ന് പറഞ്ഞാൽ 24 അങ്കുലം എന്നാണ് അർത്ഥം. 24 അങ്കുലം. അപ്പൊ 1 അങ്കുലം എന്ന് പറഞ്ഞാൽ എത്രയാ? 3 സെന്റിമീറ്റർ. 72/24 എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ അല്ലേ? ഓക്കെ. അതെ, ഇതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഫസ്റ്റിലത്തെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനിയിപ്പോ നമ്മളൊരു റൂം എടുക്കാൻ പോവാണെന്ന് വിചാരിച്ചു. അപ്പൊ റൂം എടുക്കുവാണെങ്കിൽ റൂമിന് പല പല അളവുകളുണ്ട്. ഇപ്പൊ നമ്മള് ടേബിളുകൾ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അളവുകളുണ്ട്. 16 കോൽ 8 അങ്കുലം, 15 കോൽ 16 അങ്കുലം, 15 കോല്, അങ്ങനെ പല പല അളവുകളുണ്ട്. 20 കോൽ 8 അങ്കുലം, അങ്ങനെ പല പല അളവുകളുണ്ട്. ഇതിനെ നമ്മൾ സെന്റിമീറ്ററിലേക്ക് ആക്കാം, ഈ സെന്റിമീറ്ററിനെ നമുക്ക് കോൽവരലേക്ക് ആക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ 16 കോൽ 8 അങ്കുലം എന്ന് പറയുന്ന അളവിനെ നമ്മൾ സെന്റിമീറ്ററിലേക്ക് ആക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റളവ് പറയണം. 16 കോലം എന്നുള്ളിടത്തല്ല നമുക്കറിയാം 72 സെന്റിമീറ്റർ ആണെന്നറിയാം അല്ലെ? അങ്കുലം എന്നുള്ളിടത്തല്ല നമുക്ക് 3 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചുറ്റളവ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കോലം എന്നുള്ളിടത്താം 72 കൊണ്ട് ഗുണിക്കാം, അങ്കുലം എന്നുള്ളിടത്താം 3 കൊണ്ട് ഗുണിക്കാം. അപ്പം 16 ഗുണം 72 പ്ലസ് 8 ഗുണം 3. അപ്പൊ നമുക്ക് എന്ത് ഇത് സെന്റിമീറ്റർ ആണ്, ഇത് സെന്റിമീറ്റർ ആണ്. ഒരു അങ്കുലം എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ, ഒരു കോലം എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ. അപ്പൊ കൺവേർഷൻ ഇല്ല, സെന്റിമീറ്ററിലേക്കായി. അപ്പൊ 16 ഗുണം 72 എന്ന് പറഞ്ഞാൽ 1152 സെന്റിമീറ്റർ എന്നർത്ഥം. പ്ലസ് 8 ഗുണം 3 24 സെന്റിമീറ്റർ. അപ്പം 1176 സെന്റിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നതിനാണ് നമ്മൾ 16 കോൽ 8 അങ്കുലം എന്ന് പറയുന്ന അളവിലേക്ക് അതിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ 16 കോൽ 8 അങ്കുലത്തിലുള്ള ഒരു റൂമാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യണതിനാ നീളം അധികം വീതി ഗുണം 2. ഇതാണ് ചുറ്റളവ് എന്ന് പറഞ്ഞത്. അതായത് റെക്ടാംഗിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ലെങ്ത്, ഒരു വിഡ്ത്ത്, ഒരു ലെങ്ത്, ഒരു വിഡ്ത്ത് ഉണ്ട്. ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ 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 പോകുന്ന ഇതിനെയാണ് ചുറ്റളവ് എന്ന് പറഞ്ഞത്. ഇവിടുത്തെ എല്ല് പ്ലസ് ഇവിടുത്തെ എല്ല്, അതാണ് 2L. ഇവിടുത്തെ വിഡ്ത്ത് പ്ലസ് ഇവിടുത്തെ വിഡ്ത്ത്, അതാണ് 2 വിഡ്ത്ത് എന്ന് പറയുന്നത്. വെച്ചാൽ രണ്ട് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ലെങ്ത് പ്ലസ് വിഡ്ത്ത്. ഇതാണ് ലെങ്ത് പ്ലസ് വിഡ്ത്ത് എന്നുള്ള സാധനത്തിലേക്ക് വന്നത്. ഇതാണ് ചുറ്റളവ്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന അളവ് എത്രയാ? 1176 സെന്റിമീറ്റർ ആണ് നമുക്ക് ഇവിടുത്തെ ചുറ്റളവായിട്ട് കിട്ടിയത് എങ്കിൽ. ഞാൻ ഇത്രയും പറഞ്ഞ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ആരെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട് സർ. അപ്പൊ 1176 സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് നമുക്ക് ചുറ്റളവ് കിട്ടിയെങ്കിൽ നമുക്ക് ഇവിടുത്തെ നീളതയും വീതി എത്രയാക്കാം? ഈ ഭാഗം 2 കൊണ്ട് കഴിച്ചാൽ പോരെ. അപ്പം 1176 ഭാഗം 2 588. 588 സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് നമ്മുടെ നീളവും വീതിയും. അപ്പൊ നിങ്ങൾക്ക് ഈ നീളവും വീതിയോടെ കൂട്ടുമ്പോൾ 588 സെന്റിമീറ്റർ കിട്ടുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് 16 കോൽ 8 അങ്കുലം എന്നുള്ള അളവാണ്. ക്ലിയർ ആയോ? ഓക്കെ. ഈ അളവിലാണോ എല്ലാ റൂമും എടുക്കണ്ടേ? അല്ല, ഇത് ഒരു അളവാ. ഇതേപോലെ ഒത്തിരി അളവുകളുണ്ട്. ഇതൊരളവല്ലേ? 16 കോൽ 8 അങ്കുലം മാത്രമല്ല അളവുള്ളത്. നമുക്ക് ഇഷ്ടംപോലെ അളവുണ്ടല്ലോ. നമുക്ക് ടേബിൾ എടുത്ത് കഴിഞ്ഞാൽ ടേബിളിൽ അത് ഇഷ്ടംപോലെ അളവുകൾ എടുക്കുമല്ലേ. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രഡീഷണൽ ടേബിൾ എന്ന് പറഞ്ഞ് കിട്ടും. ആ ടേബിളുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇതാണ് ഇതാണ് ചുറ്റ് എന്ന് പറഞ്ഞാൽ 16 കോൽ 8 അങ്കുലം എന്ന് പറയുന്നതാണ്. 16 കോൽ 8 അങ്കുലം. അതിനകത്ത് യോനിയുണ്ട്, വ്യയമുണ്ട്, ആയുണ്ട്, നക്ഷത്രമുണ്ട്, വയസ്സുണ്ട്, തിഥിയുണ്ട്, അങ്ങനെ ഉണ്ട്. അത് മരണം എന്നുള്ള ശ്രേണിയിലുള്ള അളവാണ്. ഇതുണ്ടോ? ഈ 16 കോൽ 8 അങ്കുലം കഴിഞ്ഞ് 20 കോൽ 8 അങ്കുലത്തിന് ഇടയിലുള്ളതെല്ലാം മരണം എന്നുള്ള ശ്രേണിയിലാണ്. അപ്പൊ ഈ ഒരു അളവുകളൊന്നും നമുക്ക് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു മുറികൾക്കായിട്ട്.
നമുക്ക് വേണ്ട അളവുകൾ ഏതൊക്കെയാണോ അത് ഇതേപോലെ നമ്മൾ നോക്കുക. അത് നോക്കിയിട്ട് അതിനെ നമ്മൾ ഇതേപോലെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. സാർ ഇത് പ്ലോട്ട് വാങ്ങിക്കാൻ ഡയറക്ഷൻസ് ഒക്കെ നോക്കാറുണ്ട് നിങ്ങൾ? പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ ഇപ്പോ ഒരു ക്ഷേത്രം, ഇപ്പൊ ഞങ്ങള് കണ്ടേക്കുന്ന സ്ഥലം കൃഷ്ണക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോ അത് വെസ്റ്റ് ഫേസിംഗ് ആണ്. അത് വാസ്തുപ്രകാരം അത് നല്ലൊരു ഡയറക്ഷൻ ആണോ, എങ്ങനെയാണ്? വാസ്തു പ്രകാരം 4 മഹാദിക്കിനനുസരിച്ച് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് ഈ 4 മഹാദിക്കിനനുസരിച്ച് നമുക്ക് വീട് നിർമ്മിക്കാം. അതിനകത്ത് ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് നിങ്ങൾ അമ്പലത്തിനോട് ചേർന്നാകുമ്പോഴത്തേക്കും ആ അമ്പലം സൗമ്യമൂർത്തിയാണോ രൗദ്രമൂർത്തിയാണോ, അമ്പലത്തിന് എങ്ങനത്തെ ഉള്ള പ്രതിഷ്ഠയാണ്, ആ പ്രതിഷ്ഠയുടെ നേരെയാണോ വരുന്നത്, അതിന് കൊടിമരം ഉള്ളതാണോ, നിത്യപൂജ ഉള്ളതാണോ, അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അമ്പലത്തിന്റെ അടുത്ത്, ക്ഷേത്രത്തിന്റെ അടുത്ത് നിങ്ങൾ വീട് നിർമ്മിക്കാൻ നേരത്ത് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് വരും. നിങ്ങളുടെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാതൊരു സ്ഥലത്താണ്, പടിഞ്ഞാറ് ദർശനമാണ്, പടിഞ്ഞാറ് വശത്ത് റോഡ് ഉള്ളതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പടിഞ്ഞാറ് വശത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ല. അതെ, പടിഞ്ഞാറ് വശം റോഡുണ്ട്. അമ്പലത്തിന്റെയും പ്ലോട്ടിന്റെ നടുക്കൂടെ വഴിയാണ്. അതാണ്. അപ്പൊ അതാണ് ആ അമ്പലം എങ്ങനത്തെ അമ്പലമാണ്, അതിന്റെ രീതി എങ്ങനെയാണ്, അതിന്റെ കൊടിമരം എങ്ങനെയാണ്, അതുപോലെ കുറെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അതിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ പറയത്തില്ലേ, അമ്പലത്തിന്റെ ആ കൊടിമരത്തേക്കാളും ഹൈറ്റിനേക്കാളും കൂടുതൽ നമ്മൾ വീട് വെക്കാൻ പാടില്ല. എന്തുകൊണ്ട് അങ്ങനെ വീട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം എന്താ സംഭവിക്കണേ? ശരിയാണ് സാർ. ഏതാ ആ വീടെന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഈ ഇടിമിന്നൽ ചാലകം ഉണ്ട്, ഇടിമിന്നല്. അപ്പൊ ഇടിമിന്നൽ ചാലകം വരുന്ന രീതിയിൽ അവിടെ കൃത്യമായിട്ട് കോപ്പറൊക്കെ കൊടുത്ത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് ബൈപ്പാസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അമ്പലത്തിന്റെ അകത്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ പണ്ട് കാലങ്ങളിൽ വീടും കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ചിലപ്പോൾ ഇതിനേക്കാളും മുകളിലേക്ക് ഹൈറ്റ് വെച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇടിമിന്നൽ വരുമ്പോൾ ആദ്യത്തെ ഇടി ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. നമുക്ക് തന്നെ പണി കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഈ ഇതേപോലത്തെ കാര്യങ്ങളൊന്നുമില്ല. പണ്ട് ഈ അമ്പലത്തിന്റെ കൊടിമരത്തിന്റെ മുകളിലൊക്കെ കൊടികൾ വെക്കുമായിരുന്നു. ആ കൊടികൾ വെച്ചിട്ടാണ് ഏത് അമ്പലമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വഴിയാത്രക്കാർ കോമ്പസ് വെച്ചിട്ട് പറഞ്ഞ പോലെ ഇങ്ങനെ ആ അമ്പലത്തിലേക്കുള്ള നോക്കിയിട്ട് ഇങ്ങനെ നോക്കി എഴുതി കിട്ടുന്നത്. അപ്പൊ അന്നേരത്തെ ഒരു പ്രാദേശികമായിട്ട് എല്ലാവരുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിന്റെ കൊടിമരം അല്ലെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരുന്നു ആ ദിശ. അപ്പൊ അതിനേക്കാളും വ്യത്യസ്തമായിട്ട് അതിനേക്കാളും ഹൈറ്റ് കൂട്ടിയൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കാലഘട്ടം കൂടെ പാടായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് അമ്പലത്തിനേക്കാളും മുകളിൽ വീട് വെക്കാൻ പാടില്ല. അപ്പൊ എല്ലാ കാര്യത്തിനും ഇതിന് മുന്നിൽ സയൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ആ സയൻസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ രീതിയിൽ ചെയ്താൽ മതി ഞാൻ പറഞ്ഞു. സാർ, വീട് പണിയുമ്പോ അടുക്കള ചെറുതായിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അടുക്കള ചെറുതായിരിക്കണം, അതായത് ബെഡ്റൂമിലെ അടുക്കള ചെറുതായിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറുതും വലുതും എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതായിരിക്കണം എന്ന് പറഞ്ഞാൽ വേറെന്തോ വലുതായിരിക്കണം എന്നാണ്. അപ്പൊ നമ്മൾ തെക്ക് കുറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ തെക്കും വടക്കുമായിട്ടാ, പടിഞ്ഞാറും കിഴക്കുമായിട്ടാ. അതാണ് ആ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ അടുക്കള ചെറുതായിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് ബെഡ്റൂമിനേക്കാളും അടുക്കള ചെറുതായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്ക് അന്നാലയോ സദ്യാലയോ അങ്ങനെയായിരുന്നു, അത് വലിപ്പം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അടുക്കള ചെറുതായിരിക്കണം എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്ക് ചോദിക്കാം, പണ്ട് ഭക്ഷണം പാകം ചെയ്ത് അവിടെ തന്നെ ഭക്ഷണം ചെയ്തുകൊണ്ടിരുന്ന സമയമല്ലേ, അപ്പൊ അവിടെ അടുക്കള വലുതല്ലേ, പിന്നെ അങ്ങനെ ഒരു നിയമം വാസ്തുവിലുണ്ടോന്ന്? വാസ്തുവിൽ അങ്ങനെ അടുക്കള ചെറുതായിരിക്കണം എന്നൊരു നിയമം ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമ്മൾ അടുക്കള ചെറുതായിരിക്കണം എന്ന് ആൾക്കാർ പറയാൻ അർത്ഥം വെച്ചാല്, നമ്മളിപ്പം സ്ത്രീകളെന്ന് ഞാൻ പറയുന്നില്ല, അവിടെ പാചകം ചെയ്യുന്ന അവര് ആ ഒരു റൂമിന്റെ അകത്ത് വലിപ്പം കൂടിയ റൂമാന്ന് വെച്ചാൽ ആ റൂമിനകത്ത് എല്ലായിടത്തും കൊണ്ട് സാധനങ്ങളെല്ലാം നിരത്തി വെക്കും. അതിനുശേഷം അവർ ആ ഒരു ദിവസം നടക്കുന്ന യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വലിയ യാത്രയായിരിക്കും. കാരണം അവിടെ എവിടെയൊക്കെ പാത്രം വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പോയി നടന്നു. അപ്പൊ വലിപ്പം കൂടുന്തോറും ആ വീട്ടിലുണ്ടാവുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ അവിടെ നിന്ന് പാചകം ചെയ്യുന്ന ആൾക്കാർ അവിടെ കൂടുതൽ സമയം നടക്കും, അവർക്ക് ക്ഷീണം ഉണ്ടാകുകയും ചെയ്യുന്നു. പിന്നെ ഒരു വീട് കൺസ്ട്രക്ഷനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ചെലവ് വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അടുക്കളയ്ക്കും ടോയ്ലറ്റുമാണ്. അപ്പൊ ആ അടുക്കള അത്രയും നമ്മൾക്ക് വലിപ്പം കൂടുന്തോറും അതനുസരിച്ച് നമുക്ക് അതിന്റെ ഇന്റീരിയർ ചെയ്യുമ്പോഴും അതിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് അതിനകത്തുള്ള കോസ്റ്റും കൂടുന്നുണ്ടെന്ന് മാത്രം. പിന്നെ ബെഡ്റൂം എന്തുകൊണ്ട് വലിപ്പം കൂട്ടി കൊടുക്കണം എന്ന് പറഞ്ഞതിനർത്ഥം, പണ്ട് കാലങ്ങളിൽ നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് എന്നുള്ള രീതിയിൽ ഇപ്പൊ ആ ഒരു നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമാണെങ്കിലും വീടിന്റെ ആധാരമാണെങ്കിലും വീട്ടിലേക്ക് എല്ലാ മുറികൾക്കുള്ള പുതപ്പാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു സംഭവം കഴിഞ്ഞാൽ ചിലപ്പോൾ ധാന്യങ്ങൾ വരെ പൂഴ്ത്തി വെക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തോണ്ടിരുന്ന ഗൃഹനാഥനും ഗൃഹനായികയായിരുന്നു. അപ്പൊ അവരുടെ ആ ഇതിലായിരുന്നു, കൺട്രോളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതേപോലുള്ള കുറെ സാധനങ്ങൾ അവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കബോർഡ് അല്ലെങ്കിൽ അലമാര അതുപോലുള്ള സാധനങ്ങളൊക്കെ അവിടെ വെക്കണം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ ആ റൂം എന്തായിരിക്കണം? വലുതായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു റൂം മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ വലിപ്പം കൂടുതലായിരിക്കണം, അടുക്കള ചെറുതായിരിക്കണം എന്ന് പറയുന്നത്.
ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ അകത്ത് നമുക്ക് അടുക്കള ബെഡ്റൂമിനേക്കാൾ വലുപ്പത്തിലുള്ള അടുക്കള വെച്ചെന്നോർത്ത് വാസ്തുപ്രകാരമായിട്ട് ഒരു കുഴപ്പമില്ല. ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടോ, അല്ല ഈ ഒരു രീതിയിലുള്ള എനർജി പോയിന്റ് ഓഫ് വ്യൂല് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ കോസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? സർ അതുപോലെ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഇപ്പം കിച്ചണില് സിങ്കും സ്റ്റൗവും ഒരു ലൈനിൽ വരരുതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഒരു ലൈനിൽ വരരുത്, അങ്ങനെ അത് വാസ്തുപ്രകാരം അങ്ങനെയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അതല്ല, ഈ അടുപ്പും അമ്മിയും ഒരുമിച്ച് വരാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തുവിൻ്റെ അകത്ത് പറയുന്ന രീതി. അതിന് തർജ്ജമ ഇതിലേക്ക് വന്നത്. അതിന് കൺസെപ്റ്റ് ഈ അടുപ്പും അമ്മിയും വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ എന്നാ പറഞ്ഞ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും എന്നാണ് പണ്ടത്തെ ഒരു ചൊല്ലുകൂടി പറഞ്ഞത്. എന്താ അവർ തമ്മിൽ വഴക്കുണ്ടാകാൻ കാര്യം? അടുപ്പും അമ്മിയും എന്നതിലുള്ള കുഴപ്പം. അപ്പൊ നമ്മൾ അമ്മിക്കകത്ത് നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്കും വല്ല മുളകോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് അരച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം വന്ന് നമ്മുടെ നേരെ അടുപ്പിലേക്ക് വരികയും ആ അടുപ്പിന്റെ അകത്ത് നിന്ന് പുക വരികയും ആ പുക വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ മുറി മൊത്തം ആകുമ്പോഴത്തേക്കും പ്രശ്നമാണ്. തീ ഇതേപോലെ നമ്മൾ തീപ്പെട്ടി ഒന്നും വെച്ചല്ല നമ്മൾ കത്തിക്കൊണ്ടിരുന്നത്, തീയൊക്കെ ഉണ്ടാക്കി വേണം ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഓണം വെള്ളം വന്ന് നനഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ തീ കത്തിക്കണം എന്ന് പറഞ്ഞാൽ പാടാ. അപ്പൊ ഒരാളായിരിക്കും മിക്കവാറും അമ്മ അരയ്ക്കണം, ഒരാളായിരിക്കും അടുപ്പ് ചെയ്യണം. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കും. ഇവര് തമ്മിലുള്ള പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അമ്മായിയമ്മയും മരുമോളും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു എന്നുള്ള പണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. അതാണ് ആ ഒരു പഴഞ്ചന്റെ അർത്ഥം. പക്ഷെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത്, നമ്മൾ ആ വെക്കുന്ന വെള്ളം കൊണ്ട് ഈ തീക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ആ തീ പോകുക അല്ലെങ്കിൽ തീക്കകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നോക്കണമായിരുന്നു. അതല്ലാതെ ഒരു ശകലം ഗ്യാപ്പ് വന്നു അല്ലെങ്കിൽ ഇത് വന്നു പറഞ്ഞാൽ അടുത്ത് വന്നു കണ്ടെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കൺസെപ്റ്റ്, അത് നമ്മുടെ തീ അടഞ്ഞു പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ തീക്ക് എന്തെങ്കിലും പ്രശ്നമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ തീ ആള് കത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ തീക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലേക്ക് അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും സാധനങ്ങളാണ് നമ്മൾ ചെയ്യണമെങ്കിൽ അത് നല്ലതല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല വാസ്തുവും ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് നമ്മുടെ പ്രായോഗികതയാണ് പറയുന്നത്. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? താങ്ക് യു. സാറേ, വീട് വരുന്നത് NH സൈഡിലാണ്, 6 സെന്റ് സ്ഥലം ഉള്ളത്. അപ്പോ വീട് റിനോവേറ്റ് ചെയ്യാണ്ട് വീടിന്റെ ബാക്കിൽ പടിഞ്ഞാറ് സൈഡിലായിട്ട് ഒരു കിണറുണ്ട്. ആ കിണർ മൂടിയിട്ട് നമുക്ക് റിനോവേഷൻ ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ? കിണർ മൂടി അതിന്റെ മുകളിൽ പണിയുന്നോട് കുഴപ്പമുണ്ടോ? അശുദ്ധിയുള്ള മണ്ണിന് മുകളിൽ, ബലമില്ലാത്ത മണ്ണിന് മുകളിൽ ഒരു നിർമ്മാണവും ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങള് ആ കിണറ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളത് മാറ്റുന്നത് എന്നുള്ളത് നോക്കുന്നത്. നല്ല മണ്ണ്, ഇപ്പൊ കിണർ മൂടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെള്ളം കിട്ടാൻ പാടാണ്. നല്ല മണ്ണിട്ട് നികത്തി പഞ്ചഗവ്യ ഒഴിച്ച് അത് കൃത്യമായിട്ട് മൂടിയിട്ട് അത് ബലമുള്ള ഇതാക്കിയ ശേഷം മാത്രമേ അതിന് മുകളിൽ കൺസ്ട്രക്ട് ചെയ്യാവുള്ളൂ. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് കുഴപ്പമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ? അൺമ്യൂട്ട് ആയോ? കേൾക്കാമോ? ഓക്കെ, ഫൈൻ സർ. സർ, അടുക്കള ഈശാനഖണ്ഡത്തിൽ വരുന്നത് കുഴപ്പമുണ്ടോ, അതോ അഗ്നികണ്ഡത്തിൽ തന്നെ വരണം നിർബന്ധമുണ്ടോ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അടുക്കള എന്ന് പറയുന്നത് ആദ്യമേ കേരളത്തിൽ ആദ്യം പറഞ്ഞ വടക്കിഴക്ക് മൂലയിൽ വേണം, തെക്കിഴക്ക് മൂലയിൽ വേണം, വടക്ക് പടിഞ്ഞാറ് വേണം, കിഴക്ക് വശത്ത് വേണം, വടക്ക് വശത്ത് വേണം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതെന്ന് പറഞ്ഞാല്, ഇപ്പൊ നമുക്ക് മക്കൾ എത്ര ഉണ്ടെന്ന് വെച്ചപ്പോഴത്തേക്കും ഇതിന്റെ അകത്ത് 5 പേരുടെ പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, വാസ്തുവിന്റെ അകത്ത് ആദ്യം ഈശാനഖണ്ഡത്തിൽ ആദ്യം വടക്കിഴക്ക് വേണം, രണ്ടാമത് തെക്കിഴക്ക്, മൂന്നാമത് വടക്ക്, അങ്ങനെ ഒരു സാധനം ഇല്ല. ശരിക്കും മക്കൾ 5 പേരുണ്ട്, 5 പേരുടെ പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഉള്ളൂ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ, അല്ല ചന്ദ്രാദി നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ സപ്തർഷിമാരുടെ നക്ഷത്രങ്ങൾ കിട്ടുന്ന രീതിയിൽ നമുക്ക് എനർജി കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യുന്നതിന് അത് കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ട് കേരളത്തിൽ വടക്കിഴക്കിന് ഇത്ര പ്രാധാന്യം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മൾ പണ്ട് ഓലപ്പുരയും കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. ഓലപ്പുരയും കാര്യങ്ങളും ആകുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറയായിരുന്നു തെക്ക് പടിഞ്ഞാറെന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാറ്റ് വരുന്നത്. അപ്പൊ തെക്ക് പടിഞ്ഞാറെന്നൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ ആ കാറ്റ് വന്ന് നമ്മൾ വെളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വടക്കിഴക്ക് നമ്മൾ അടുക്കള വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെളിയിലേക്ക് പോകത്തുള്ളൂ. നമ്മുടെ കിണർ വരുന്ന എവിടെയായിരുന്നു? വടക്കിഴക്ക് വശത്താണ്. അപ്പൊ വടക്കിഴക്കുന്ന് നമ്മൾ കിണറിൽ നിന്ന് നമ്മൾ വെള്ളം കോരി എടുക്കുന്ന രീതിയിലേക്ക്, അല്ലെ കിണറിൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് കിണർ കോരുന്ന രീതിയിലേക്കുള്ള പണ്ടത്തെ കാലഘട്ടങ്ങളിൽ കിണർ, അതൊക്കെ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ വടക്കിഴക്ക് വശത്തേക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ വടക്കിഴക്ക് വശത്ത് വരുന്നത്. തമിഴ്നാട്ടിലേക്കോ അല്ല കർണാടകയിലേക്കോ പോയി കഴിഞ്ഞാൽ നേരെ തിരിച്ചാൽ തെക്കിഴക്ക് വശത്താണ് ഒരു അഗ്നി എന്ന് പറഞ്ഞത്. അഗ്നി എന്നുള്ളൊരു പേര് പറഞ്ഞത് കൊണ്ട് മാത്രം അവിടെ അടുക്കള പാടുള്ളൂ എന്ന് നിർബന്ധമില്ല. നമുക്ക് അവിടെ സൂര്യനാണ് നമ്മൾ നോക്കണത്. സൂര്യന്റെ എനർജി കിട്ടുന്ന രീതിയിലേക്ക്, അതിന് തടസ്സമാകാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ, അത് ഉദിക്കുന്ന സൂര്യനാണ് നമ്മൾ പറഞ്ഞത്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഉദിക്കുന്ന സൂര്യൻ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ല. ഈശാനഖണ്ഡം തന്നെ ചെയ്യണം നിർബന്ധമില്ല എന്നാണ് ഞാൻ പറഞ്ഞർത്ഥം. നിങ്ങൾക്ക് അഗ്നികണ്ഡത്തിലോ അല്ലെങ്കിൽ വായുകണ്ഡത്തിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു കിഴക്കുവശത്തോ വടക്കുവശത്തോ നിൽക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ രീതിയിൽ അല്പക്ഷേത്രവിധി അനുസരിച്ച് നമുക്ക് ചെയ്യുന്നതിനകത്ത് ഒരു പ്രശ്നമില്ല. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലേ? അതെ അതെ അതെ. ഒരു കാര്യം കൂടെ സർ, കിണറ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത് കൊണ്ട് തെറ്റുണ്ടോ വായുകണ്ഡത്തിൽ?
വായു വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വെക്കാൻ പാടില്ല. വസ്തുവിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് ഇൻ ബിറ്റ്വീൻ വെക്കാൻ പറ്റുമോ? വടക്ക് പടിഞ്ഞാറ് മൂലയിലോട് ചേരാതെ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി വടക്ക് വെക്കാൻ പടിഞ്ഞാറ് മൂലയിൽ കഴിയും. നിന്ന് വടക്കോട്ട് മാറിയിട്ട് നമുക്ക് സ്ഥാനമുണ്ട്. വടക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് വെക്കാൻ പാടില്ല. വടക്ക് പടിഞ്ഞാറ് മൂലയിൽ പോകാതെ കുറച്ചിങ്ങോട്ട് മാറ്റി നമുക്ക് ഒരു വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് വടക്കോട്ട് മാറിയിട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല. ഓക്കെ. ഒരു കാര്യം കൂടെ സർ, ദുർമരണം നടന്ന വീട്ടില് താമസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അനർത്ഥമോ അല്ലെങ്കിൽ കണക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കേണ്ടതുണ്ടോ? ദുർമരണം ഇത് വാസ്തുവിനൊക്കെ അപേക്ഷിച്ച് ഇത് നിങ്ങളുടെ മൈൻഡ് പവർ അനുസരിച്ചിരിക്കും, നിങ്ങളുടെ മനസ്സിന്റെ ശക്തി കൊണ്ടിരിക്കും ഏറ്റവും കാര്യം. പറഞ്ഞാൽ ദുർമരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ദുർമരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തക്കാരോ ബന്ധുക്കാരോ ആണോ, അത് നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത വേറെ ആരെങ്കിലും മരിച്ച വീട്ടിലാണോ, എങ്ങനെയാണ് അതിന്റെ? ബന്ധുക്കളാണെങ്കിൽ ഒരു വീട് മേടിക്കേണ്ട ഒരു സാഹചര്യം. അതെ അതെ. ഈ ബന്ധുക്കളാണെങ്കിലും നമ്മൾ തന്നെ ചില ആളുകൾ വിചാരിച്ചാൽ, ചില ആളുകൾ പറയും മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പിന്നെ അവര് വേറെ ആത്മാവാണ്, അവര് നമ്മളെ ചെയ്തത്. നമ്മള് ഒന്ന് ചിന്തിച്ചാൽ മതി. ആരാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അച്ഛനോ അല്ലെ നമ്മുടെ അമ്മയോ അല്ലെ നമ്മുടെ അപ്പൂപ്പനോ അമ്മൂമ്മയാണെങ്കിലും ഒരാളെ നമ്മളെ ഉപദ്രവിക്കാൻ വരത്തില്ല. ആ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മളായിട്ട് ആരെങ്കിലും ഉപദ്രവിക്കാൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ കൺസെപ്റ്റ്. അങ്ങനെ ആരും നിങ്ങളെ ഒന്ന് ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ചെയ്തില്ല. ഇപ്പൊ ഏതെങ്കിലും ആൾക്കാർ നിങ്ങൾ നേരെ തിരിച്ചിന്തിച്ചാൽ മതി. ഇപ്പൊ അങ്ങനെ ഒരു ദുർമരണം നടന്നു അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വന്നു വിചാരിച്ചു, നമ്മുടെ പൂർവികര് ശക്തന്മാരാ, അവർ വന്ന് നമ്മളെ രക്ഷിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ മൈൻഡ് പവർ ആണ് അവിടെ വരുന്നത്. അപ്പൊ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ പൂർവികരുണ്ടല്ലോ, അവര് വെറുതെ വിടുവോ? നമ്മുടെ കൊച്ചുമക്കളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ നമ്മൾ വെറുതെ വിടുവോ? ഇല്ല. അതുപോലെ തന്നെ അവരും വിടും, അവരും പിടിച്ചു നിൽക്കും, അവരെ തടയും. ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. അതേസമയം നിങ്ങൾ ചിന്തിക്കുന്നത് ദുർമരണത്തിലുള്ള ആൾക്കാർ എന്നെ ഉപദ്രവിക്കും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ ഡൗൺ ആയിപ്പോ അവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പ്ലോട്ട് കൊണ്ടിരിക്കും. അത് മൈൻഡ് പവർ കൊണ്ടിട്ട് നിങ്ങൾ തിരിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് രക്ഷപ്പെടാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാടും. വാസ്തുവിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ വീട് വെച്ചു, പുതിയ വീടും കാര്യങ്ങളും വെച്ചു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീടിന്റെ അകത്തൊരു ചെറിയ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി. ലാഭം നഷ്ടം ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പ് കണ്ടു. അപ്പൊ ആദ്യത്തെ ഒരാൾ പാലുകാച്ച സമയത്ത് വന്നിട്ട് അയ്യോ ലാഭം നഷ്ടമാണ്, നിങ്ങളുടെ വീട് നഷ്ടത്തിലാന്ന് പറയും. അടുത്ത ആള് വന്നിട്ട് ഫുഡ് അതേ നഷ്ടത്തിലാണ്. ഇതൊരു 10 പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ ആലോചിക്കും, ദൈവമേ എന്റെ വീട് നഷ്ടത്തിലാണ്, എന്റെ നഷ്ടത്തിലാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ആദ്യം ആലോചിക്കണ വാസ്തുപ്രകാരം നഷ്ടത്തിലാന്നുള്ള കൺസെപ്റ്റിലായിരുന്നു. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ വാസ്തുവിന്റെ സ്റ്റെപ്പും നമ്മുടെ ലാഭവും നഷ്ടമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് എന്റെ ബലമുള്ള കാലം കയറി എന്റെ ബലമുള്ള കാലം ലാൻഡ് ചെയ്യുമ്പോൾ ഞാൻ താഴെ വീഴാതിരിക്കുമ്പോൾ ആശുപത്രി കാശ് ലാഭിക്കാനുള്ള ഒരു ലാഭനഷ്ടം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ ആര് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് പറയാം അത് അതുകൊണ്ടല്ല, ഇതാണെന്ന് എനിക്കറിയാം. അത് നിങ്ങളുടെ മൈൻഡോട് നിങ്ങൾ പറഞ്ഞ് പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ബേസിക് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ആൾക്കാർ ഇതേപോലെ നിങ്ങളെ പേടിപ്പിക്കാൻ വരുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാകത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? ഹലോ സാറേ. ഹലോ സാറേ, എന്റെ ഇപ്പോ വസ്തു പടിഞ്ഞാറേക്ക് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന്റെ മെയിൻ വാതില് പടിഞ്ഞാറേക്ക് ദർശനമായിട്ട് വെക്കുന്നതാണോ അതോ വടക്കോട്ട് ദർശനമായിട്ട് വെക്കുന്നതാണോ നല്ലത്? പടിഞ്ഞാറ് ദർശനമായ വീടിന്റെ പടിഞ്ഞാറ് വശത്ത് തന്നെ മെയിൻ ഡോർ വെക്കുന്നതാണ് നല്ലത്. ദർശനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് വീടിന്റെ അകത്ത് നിന്ന് പ്രധാന വാതിലിലൂടെ വെളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് ദർശനം. പടിഞ്ഞാറ് വശത്തേക്കാണ് നമുക്ക് പ്രധാനപ്പെട്ട റോഡ്, പ്രധാനപ്പെട്ട തോട്, പ്രധാനപ്പെട്ട പുഴ, ഏറ്റവും കൂടുതൽ വായുസഞ്ചാരം വരുന്ന പടിഞ്ഞാറ് വശത്താണെങ്കിൽ നമ്മൾ പടിഞ്ഞാറ് വശത്ത് തന്നെ മെയിൻ ഡോർ ഇടണം. അപ്പൊ മാത്രമല്ല പടിഞ്ഞാറ് എന്നുള്ള ഏറ്റവും കൂടുതൽ വായുസഞ്ചാരം നമ്മുടെ വീട്ടിലേക്ക് കയറുള്ളൂ, ഏറ്റവും കൂടുതൽ എയർ ഫ്ലോ കിട്ടത്തുള്ളൂ, ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടും. ആ രീതിയിലേക്ക് നമുക്ക് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ഒരു എനർജിയും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അവിടെ വടക്കുവശത്ത് നിങ്ങൾക്ക് ഒന്നുമില്ല, ഒരു വലിയ മതിലാണ്. പടിഞ്ഞാറ് വശത്താണ് നിങ്ങൾക്ക് എനർജി വരുന്നത്. നിങ്ങൾ വടക്കനേക്കാളും പടിഞ്ഞാറിനേക്കാളും നല്ല വടക്ക വശത്താന്ന് പറഞ്ഞ് ഒരു മതിലിനോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ഒരു മെയിൻ ഡോർ വെച്ചിട്ട് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ റോഡ്, തോട്, പുഴ തുടങ്ങിയവ ഏതാണ് ആ വീടിനെ സ്വാധീനിക്കുന്നത്, ആ സ്വാധീനിക്കുന്ന ഏറ്റവും കൂടുതൽ എയർ സർക്കുലേഷൻ വരുന്ന, ഏറ്റവും കൂടുതൽ നമുക്ക് കിടന്നു കഴിയുമ്പോൾ നമുക്ക് ബ്രീത്തിങ് കിട്ടുന്ന അത് ഏതാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഡോറുകളും വിൻഡോകളും കൊടുത്ത് നമ്മൾ ദർശനം കൽപ്പിക്കാൻ. ഹലോ സർ, പറഞ്ഞോ. ഇപ്പോ നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ഇപ്പോ സെന്റിമീറ്ററിലാണല്ലോ നമ്മള് ചെയ്യുന്നത്, പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ആർക്കിടെക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ സാറ് പറഞ്ഞ പോലെ ഓരോന്നിന്റെ പൊസിഷനിൽ അതാത് റൂമുകൾ വന്നുകൊണ്ട് പ്ലേസ് ചെയ്തിട്ട് അതിൽ ഈ അളവ് നോക്കേണ്ട കാര്യമുണ്ട്. അത് സെന്റിമീറ്ററിൽ തന്നെ കൊടുത്താൽ മതി. അല്ല, സെന്റിമീറ്റർ തന്നെ കൊടുക്കണം. സെന്റിമീറ്റർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ അളവുകൾ സെന്റിമീറ്ററിൽ അത് അതാത് കോൽക്കണക്കിലേക്ക് ആക്കണം. പുതിയതാണെന്നുണ്ടെങ്കിൽ നമുക്കത് കോൽക്കണക്കിലേക്ക് ആക്കാൻ പറ്റും. അതാത് കോൽക്കണക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം 300 × 288 എന്ന് പറയുന്ന അളവ് ഞാൻ പറഞ്ഞു, 588. നിങ്ങൾ കൊടുക്കുന്ന അളവ് കൊടുക്കാൻ നേരത്ത്
അല്ലെങ്കിൽ പിന്നെ 300 കൂടെ 264 എന്നുള്ള അളവുണ്ട്. അപ്പൊ നമുക്ക് ഒരു 24 നിങ്ങൾ കൊടുക്കുന്നതിന്റെ അകത്ത് ഒരു സൈഡിൽ 12 സെന്റിമീറ്റർ നീളത്തിന്റെ വീതിയിലെ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ വാസ്തുവിന് തൊട്ടടുത്ത അളവിലേക്ക് നമുക്ക് ആക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ നിങ്ങൾ അതുകൂടെ ക്രമീകരിച്ച് ചെയ്യണം എന്ന് പറഞ്ഞത്. നമ്മളൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ നേരത്ത് അതിന്റെ ഒരു പേരിലൊരു പോരായ്മ കാര്യങ്ങൾ വരേണ്ടതെന്ന് പറഞ്ഞത്. പക്ഷെ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഒരു 20% ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നോക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഭാഗത്ത് 100% നമ്മൾ കമ്മിറ്റ്മെന്റോടുകൂടി ചെയ്യുക. ആ 100% നമ്മൾ കമ്മിറ്റ്മെന്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നതിനകത്ത് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും വരും. 1 സെന്റിമീറ്റർ 1.5 സെന്റിമീറ്റർ ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. അത് പോട്ടെ, എന്നാൽ പോലും ബാക്കിയുള്ളത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം, ഈ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് മൂല, അതായത് കന്നിമൂല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ കിണർ വരുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമുക്ക് കിണറിന്റെ സ്ഥാനമില്ല ശരിക്കും പറഞ്ഞു. നമുക്ക് അവിടെ വെള്ളം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറ് നിങ്ങളുടെ ഇപ്പൊ ചെറിയൊരു പ്ലോട്ടാണ് ഇതിപ്പോ, ഔട്ട് ഓഫ് ദി ബോക്സ് ഞാൻ പറയുന്നത്, വാസ്തുവിന്റെ പോയിന്റ് ഓഫ് ഇല്ല. നിങ്ങളിപ്പോ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ്, നിങ്ങൾക്ക് വെള്ളം കിട്ടി ഉള്ളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ വാസ്തുപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് വരുന്നത് കറക്ഷനില്ല. കറക്ഷന്റെ കേസ് വരുമ്പോഴത്തേക്കും അതായത് ഒരു കാര്യം നോക്കിയാൽ പോരാ, പല പല കാര്യങ്ങൾ നോക്കിയിട്ട് ഇത് മാറ്റാൻ പറ്റുമോ ഇല്ലയോ, അല്ല അത് നിന്നുകൊണ്ട് പ്രശ്നമുണ്ടോ, പ്രശ്നമില്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, വാട്ടർ ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ പല പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ അതിനകത്ത് തീരുമാനം എടുക്കുന്നത്. ഒറ്റ തീരുമാനം കൊണ്ട് നമ്മൾ പൊളിക്കുകയല്ലേ ചെയ്യണത്. നിങ്ങൾ വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കണം, ആ വെള്ളത്തിന് പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ പല പല കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാനുണ്ട്. അപ്പൊ നമുക്കിപ്പോ സയന്റിഫിക് ആയിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അപ്പൊ അതും കൂടെ നോക്കിയിട്ട് ആ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആ മാറ്റി ഇവിടെ കുഴിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടുമോ, അങ്ങനെ പല പല കാര്യങ്ങളും നോക്കണ്ടേ. നിലവിലെ നമ്മുടെ പ്ലോട്ട് എന്ന് പറയുന്നത് നീളത്തിലുള്ള ഒരു പ്ലോട്ടാണ്. വീതി കുറവും നീളം കൂടുതലുമാണ് നമ്മുടെ പ്ലോട്ടിനുള്ളത്. അതിന്റെ കറക്റ്റ് ഒത്ത നടുക്കില് സെന്ററിൽ തെക്ക് വശത്തായിട്ടാണ് റോഡ് വന്ന് നിൽക്കുന്നത്. കറക്റ്റ് പടിഞ്ഞാറ് തെക്ക് മൂലയിലാണ് നമുക്ക് കിണർ കിട്ടിയേക്കുന്നത്. അത് തെക്ക് പടിഞ്ഞാറും കിണറും നമ്മുടെ വീടുമായിട്ട് എത്ര ദൂരം ഉണ്ട്? കിണറും വീടും തമ്മിൽ 1 മീറ്റർ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ വീട് പണി കഴിയുകയും ചെയ്തല്ലേ? എത്ര സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു? 10 സെന്റ്. എത്ര? 10 സെന്റ്. നീളം കൂടുതലാണ്, വീതി കുറവാണ്. അല്ല അതാണ് 10 സെന്റ് സ്ഥലം ഉണ്ടായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആകെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്? 1800 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അല്ല ഗ്രൗണ്ട് ഫ്ലോർ 1200 1400 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. 1400 സ്ക്വയർ ഫീറ്റ് ഇല്ല. നമുക്ക് അങ്ങനെ ഉള്ള കേസുകളിൽ ഇപ്പൊ പുതുതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനെ വാസ്തുമണ്ഡലം കെട്ടി തിരിച്ച് അതിനെ വെളിയിലേക്ക്, കിണറിനെ വെളിയിലേക്ക് ആക്കിയിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വെള്ളത്തിന് ഏതെങ്കിലും രീതിയിലുള്ള എനർജി പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള കുറവുണ്ടോ നോക്കുക. അത് ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ചെയ്യുക. കാരണം സൂര്യപ്രകാശം കിട്ടുന്നതിന്റെ അകത്ത് ഉദിക്കുന്ന സൂര്യന്റെ അകത്തുള്ള ഡെഫിഷ്യൻസിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ള അതുപോലുള്ള കാര്യങ്ങൾ വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് നോക്കിയിട്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക. അത് പരിഹരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതുവഴി പോവുക. ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം നമ്മൾ മൂടുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. അത് നമ്മൾ അവസാനം നമ്മൾ മൂടുന്നതിനെ പറ്റി നമ്മൾ പറയത്തുള്ളൂ. വാസ്തുമണ്ഡലം തിരിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ അതിന്റെ പ്രൊസീജിയർ ഒന്ന് പറയാൻ പറ്റും? ചെറുതാണെങ്കിൽ ചുരുക്കി പറയാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് പറയാമോ? വാസ്തുമണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുമുറ്റം എന്ന അർത്ഥം. ചെറുമുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യും. നമ്മുടെ ഒരു പ്ലോട്ട് എങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ആ പ്ലോട്ടിന്റെ അകത്ത് നമ്മൾ ഇതേപോലെ ഒരു ചെറുമുറ്റം അല്ലെങ്കിൽ വാസ്തുമണ്ഡലം എന്ന് പറയുന്ന ഒരു ഇത് ഇവിടെ കെട്ടണം. ഇതാണ് ചെറുമുറ്റം. ഇങ്ങനെ നമ്മൾ കെട്ടുന്നതിന്റെ ആ 4 കോർണറുകളും നമ്മൾ നമ്മുടെ തറയേക്കാളും, നമ്മുടെ വീടിന്റെ തറയുണ്ടല്ലോ ആ തറയേക്കാളും ഉയർന്നു വേണം ഇരിക്കാനായിട്ട്. ഈ രീതിയിൽ നമ്മൾ ക്രമീകരിക്കുന്ന ഒരു സാധനമാണ് വാസ്തുമണ്ഡലം. ഇവിടെ എന്തിനാണ് വാസ്തുമണ്ഡലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ കോമ്പസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നിഴല് നോക്കിയിട്ടായിരുന്നു നമ്മൾ ദിശ കണ്ടുപിടിക്കുന്നത്. അപ്പൊ സ്ഥപതി എന്ന് പറഞ്ഞ ആള് കൃത്യമായിട്ട് വന്ന് ആ പ്ലോട്ട് കൃത്യമാക്കി അതിന്റെ അകത്ത് ഇതേപോലെ 4 മൂലകളുള്ള വാസ്തുമണ്ഡലം കെട്ടി അതിന്റെ അകത്ത് 4 കുറ്റി അടിച്ച് അല്ലെങ്കിൽ ചരടിട്ട് കഴിഞ്ഞാൽ ഈ ചരട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കൃത്യമായി കഴിഞ്ഞാൽ
പിന്നെ ഇവിടുന്ന് നമുക്ക് പാരൽ എടുക്കാൻ എളുപ്പമാണ്. ഈ ചരടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇത്ര മാറി ഇത്ര മാറി എന്നാണെങ്കിൽ നമുക്ക് ദിശ കൃത്യമാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ട് ഇതേപോലെ കോമ്പസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതേപോലെ നമുക്ക് നിഴല് നോക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി വാസ്തുമണ്ഡലം കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ വാസ്തുമണ്ഡലം നമ്മൾ ചെയ്യുന്നത് കോലില് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അളവാണ് കൊടുക്കാൻ. 72 ആണെങ്കിൽ 72ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അളവാണ് കൊടുക്കാൻ. പക്ഷെ പണ്ട് കുട്ടിയും കോലും കളിക്കുന്ന പോലെ നമ്മൾ കൊടുക്കുന്ന രീതിയാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ദിശ കൃത്യമാക്കിയിട്ട് നമുക്ക് വീട് നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റത്തെ കാര്യം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു കുളം, ആ കുളത്തിന്റെ അകത്ത് നിന്നുള്ള വെള്ളം എടുത്ത് നിങ്ങൾ ഒരു അക്വേറിയത്തിലേക്ക് ഇടുന്നു. ആ വെള്ളം അതേ ഡെൻസിറ്റി ഉള്ള വെള്ളം, എന്നിട്ട് അതിന്റെ മുകളിലേക്ക് രണ്ടിലും ഒരേ ഹൈറ്റിൽ നിങ്ങൾ 1 രൂപ നാണയം ഇടുന്നു. രണ്ടിലും 1 രൂപ നാണയം ഇടുന്നു. പക്ഷെ ഈ രണ്ടിലും ഉണ്ടാകുന്ന ഫ്ലോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും അല്ലെ. ഇതിന്റെ അകത്ത് അക്വേറിയത്തിൽ ഉണ്ടാകുന്നതും അതേ ഡെൻസിറ്റി ഉള്ള അതേ വെള്ളമാണെങ്കിലും ഒരേ രൂപ നാണയമാണെങ്കിലും ഇടുന്നതിനും ഒരേ ഹൈറ്റിൽ ഇടുന്നതിനും രണ്ടിലും ഉണ്ടാകുന്ന വേവ്സ് വേറെ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ അകത്തുള്ള ബൗണ്ടറി എന്ന് പറയുന്ന സാധനത്തിന്റെ അകത്തും ഇതിന്റെ അകത്തുള്ള ബൗണ്ടറി വ്യത്യസ്തമാണ്. അപ്പൊ നമ്മുടെ പ്ലോട്ട് എങ്ങനെയാണെങ്കിലും ആ പ്ലോട്ടിനെ 4 മൂലകളുള്ള ചതുരത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അതിന്റെ സെന്ററിലേക്കായിരിക്കും ആ എനർജി. അതാണ് അതിന്റെ എനർജി ആയിട്ട് കാണുന്നത്. അപ്പൊ ആ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനർജി പോയിന്റ് ഓഫ് വ്യൂ പറയുന്ന നിയമം. പിന്നെ പറയുന്ന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. നമ്മൾ കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. നമ്മൾ കമ്മ്യൂണിറ്റിക്കകത്ത് പഠിപ്പിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ അതും കൂടി ചിന്തിക്കാനുള്ള കാരണം എന്താണ്, അങ്ങനെ നമ്മൾ ചെയ്തത്. നമ്മൾ എല്ലാത്തിനും പൊന്നിലെ സയൻസാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ പണ്ടത്തെ കാലഘട്ടം എന്താണ് കണ്ടുപിടിക്കുന്നത്, അല്ലെ അതിന്റെ പുറകിലുള്ള കഥ എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് പറയാം, ഒരു അച്ഛൻ നല്ല ഭൂസമ്പത്തുള്ള ആളായിരുന്നു. അച്ഛൻ മോനോട് പറയും, മോനെ നീ ഇവിടെ പോട്ട് വെച്ചോളാൻ പറയും. അപ്പൊ മോൻ ഇവിടെ വീട് വെച്ചു. അടുത്ത മോനോട് നീ വീട് വെച്ചോളാൻ പറയും. അടുത്ത മോൻ ഇവിടെ വീട് വെച്ചു. അത് ഇവരുടെ മക്കളായി ഇവിടെ രണ്ടുപേരുടെ മക്കളായി കഴിയുമ്പോഴത്തേക്കും അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്തായും, ഇത് എന്റെ സ്ഥലം എന്ന് പറഞ്ഞ് ഇവരുടെ സ്ഥലം എന്ന് പറഞ്ഞ് ഇവരും അവസാനം ഇത് തമ്മിൽ വഴക്കുണ്ടാക്കാതിരിക്കണമെങ്കിലോ. കൃത്യമായിട്ട് അച്ഛൻ ബുദ്ധിമാനാണെങ്കിൽ ഇതേപോലെ വാസ്തുമണ്ഡലമൊക്കെ ക്രമീകരിച്ച് 4 മൂലകളുള്ള ക്രമീകരിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് വാസ്തുമണ്ഡലം ക്രമീകരിച്ചില്ലെങ്കിൽ അയൽവക്കാരുമായിട്ട് വഴക്കുണ്ടാകും എന്ന് പണ്ടത്തെ ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ പറയണമെന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ ആ നമ്മുടെ അതിർത്തി തിരിച്ചിടുക എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ക്ലിയർ ആയോ? കിണറ് പ്രത്യേക ഒരു വാസ്തുമണ്ഡലത്തില് ചുറ്റളവ് വെച്ച് ചെയ്താൽ കുഴപ്പമില്ല, ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്നായിരിക്കും അല്ലേ? കിണറ് വാസ്തുമണ്ഡലത്തിന് ഒന്നിൽ ഉള്ളിലായിരിക്കും അല്ലെങ്കിൽ വെളിയിലായിരിക്കും, ഇടയിലാക്കാൻ പാടില്ല. അപ്പൊ അത് ആ രീതിയിൽ ക്രമീകരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ വാസ്തുമണ്ഡലത്തിനുള്ളിലാണെങ്കിൽ സ്ഥാനം ക്രമീകരിച്ച് വേണം ചെയ്യാനായിട്ട്. വാസ്തുമണ്ഡലത്തിന് വെളിയിലാണെങ്കിൽ അന്യന്റെ പറമ്പായി, അവിടെ അതര സ്ഥാനം നോക്കിയാലും കുഴപ്പമില്ല. പിന്നെ കിണർ നമ്മുടെ തൊട്ടടുത്ത സെറ്റ് ടാങ്കോട്ട് 1.5 മീറ്റർ ദൂരം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ ടാങ്ക് ഇപ്പൊ കിണറ് പാടില്ല കന്നിമൂലയിലെന്ന് പറഞ്ഞു. ഇപ്പൊ കന്നിമൂല എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ ആ കോർണർ ഇങ്ങനെ ഡൈവേർജ് ചെയ്യുന്ന ലൈനിന്റെ ഉള്ളിലുള്ള പൊസിഷൻ അല്ലേ കന്നിമൂല. അപ്പം അതിന്റെ ഇപ്പുറത്തേക്ക് മാറി പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ട് സ്റ്റോറേജ് ടാങ്ക്, അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ടാങ്ക്, ക്ലീൻ വാട്ടർ വെച്ചാൽ കുഴപ്പമുണ്ടോ? എന്നുവെച്ചാൽ കന്നിമൂലയുടെ ലൈൻ തൊട്ടോണ്ടാണ് അതിരിക്കുന്നത്, അത്ര ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞ നിങ്ങളുടേതാ. ശരിക്കും പറഞ്ഞ കന്നിമൂല എന്നൊരു മൂല ശരിക്കും നമ്മുടെ അത് ഇല്ല. അത് ചെറിയൊരു സാധനത്തെയാണ് ഈ മൂല ഇങ്ങനെ ആക്കി അതേപോലെ എത്തിയേക്കണേ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ മണ്ണിനടിയിലേക്ക് വെക്കുന്നതാണോ മണ്ണിന് മുകളിലേക്ക് വെക്കുന്ന നല്ല വെള്ളത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്? ഞങ്ങള് ടാങ്ക് കെട്ടിയത് ഇപ്പം അവിടെ വെള്ളത്തിൽ നിറഞ്ഞിട്ട് മുകളിലേക്ക് അടിച്ചു കയറ്റുവാണ് ചെയ്യുന്നത്, പൈപ്പ് ലൈനിൽ വരുന്ന വാട്ടർ. അപ്പം ആ ടാങ്ക് എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിലേക്കുള്ള വെള്ളമാണ്. മണ്ണിനടിയിലേക്കും മുകളിലേക്കും ഉണ്ട്. അത് എനിക്ക് കുറച്ച് വലിയ ഒരു ടാങ്കാ. മണ്ണിനടിയിലേക്കുള്ള ഒരു ടാങ്ക്, മുകളിലേക്ക് വരുന്ന ടാങ്ക് നിങ്ങൾ പടിഞ്ഞാറ് വശത്ത് വെച്ചു എന്നുള്ളതല്ലേ നിങ്ങളുടെ പ്രശ്നം? അതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഈ വാസ്തുവിൽ നമ്മൾ പറയണ അടുക്കള അല്ലെങ്കിൽ അടുക്കളയുടെ സാധനങ്ങൾ പറയുന്ന വെച്ചാല് ആ സൂര്യപ്രകാശം വരുന്നതൊക്കെ കിണറിന്റെ കൺസെപ്റ്റിലാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ വെച്ചെന്ന് പറഞ്ഞ ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് വാസ്തുവിന്റെ ബേസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇടയ്ക്കൊന്ന് നമ്മുടെ വെള്ളം ഒന്ന് ഫിൽട്ടർ ഒന്ന് വെച്ച് ചെക്ക് ചെയ്യണം. അത് ഔട്ട് ഓഫ് ദ ബോക്സാ. അത് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും എവിടെയെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത്. എന്നിട്ട് പിന്നെ അതൊക്കെ നോക്കിയിട്ടാണ് ശരിക്കും വാസ്തു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്റെ അഭിപ്രായത്തിൽ 2 പ്രാവശ്യം നിങ്ങൾ കാണേണ്ട കാര്യമാണ്. ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട് പണിയുന്നതിന് മുമ്പ് കാണുക. രണ്ടാമത് ഈ വീടിന്റെ അകത്ത് നിങ്ങൾ പുതുക്കി പണിയാൻ വല്ല ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം കാണുക. ഇതല്ലാതെ നിങ്ങൾ ഇടയ്ക്ക് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ കാണാത്ത രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പറയുന്നത്. സാറേ, പ്ലാൻ വരച്ചപ്പോഴേ നിലവിലുള്ള പ്ലോട്ടിൽ ഉള്ള കിണറിന്റെ ഫേസ് ചെയ്തിട്ട് മെയിൻ ഡോർ വരുന്നുണ്ട്. അപ്പൊ അത് വല്ല പ്രശ്നമുണ്ടോ? കിണർ പഴയ പ്ലോട്ടില് മെയിൻ ഡോർ 10-15 മീറ്റർ അകലെയാണ് കിണർ. ഒരു കുഴപ്പമില്ല. അത് വാസ്തോട്ടം കിട്ടിയാലും വെളിയിലേക്ക് ആക്കിയാൽ പോരെ. 15 മീറ്റർ പറയുമ്പോഴത്തേക്കും
അതിനത് വിഷയം വരുന്നില്ല. ഇല്ല. ഓക്കെ, താങ്ക് യു. ഈ വാസ്തുമണ്ഡലം കെട്ടി വാസ്തുമണ്ഡലത്തിന് വെളി നടക്കുന്ന കാര്യങ്ങൾ വീടുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പം ഇപ്പൊ അതിന്റെ കൺസെപ്റ്റ് വെച്ചാൽ നമ്മളൊരു ഇത് വീട് ക്രമീകരിച്ചു, തൊട്ടപ്പുറത്ത് വേറെ ആരെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ആദ്യത്തെ ആൻസറാണ് വാസ്തുമണ്ഡലം എന്ന് പറഞ്ഞ സാധനം. മുറ്റം കെട്ടി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തിന് വെളിയിൽ കിടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധമില്ല. ആകെ മുറ്റത്തിന് വെളിയിലുള്ളതും നമ്മളുമായിട്ട് ബന്ധമുള്ളത് കിണറും സെപ്റ്റിക് ടാങ്കും മാത്രമേ ഉള്ളൂ. കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിൽ വീഴുമ്പോൾ ഒരു 1.5 മീറ്റർ ഉണ്ടായിരിക്കണം. അതിപ്പോ അപ്പുറത്തെ ആളുടെ കിണറാണെങ്കിലും നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ആണെങ്കിലും നമ്മുടെ കിണറും അപ്പുറത്തെ സെപ്റ്റിക് ടാങ്ക് ആണെങ്കിലും ഇത് തമ്മിലൊരു 1.5 മീറ്റർ ദൂരം ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ വാസ്തുമണ്ഡലത്തിന് വെളി നടക്കുന്നതും ഇതുമായിട്ട് ബന്ധമുള്ളൂ. ബാക്കി ഒരു കാര്യം വെളി നടക്കുന്നതുമായിട്ട് ബന്ധമില്ല. വഴി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? അതായത് കിഴക്കോട്ട് ദർശനമുള്ള വീട്, അതിന് തെക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് വഴി വരുവാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? വഴി തെക്ക് കിഴക്ക് കറക്റ്റ് കോർണർ ആണെങ്കിൽ അത് പറ്റത്തില്ല. തെക്ക് കിഴക്ക് കോർണറെ നമ്മൾ 9 ആ തെക്കുവശത്തോ അല്ലെങ്കിൽ കിഴക്കുവശത്തോ നമ്മൾ 9 ഡിവൈഡ് ചെയ്ത് ആ 9 മാറിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് നല്ലത്. എപ്പോഴും 4 കോർണറിലും നമുക്ക് ഗേറ്റിന് സ്ഥാനമില്ല. 5 സെന്റ് സ്ഥലത്ത് വീട് വെക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കേട്ടില്ല, ഒന്നും പറഞ്ഞേ. 5 സെന്റ് സ്ഥലമാണുള്ളത്, അപ്പൊ അതില് വീട് വെക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? 5 സെന്റുള്ള സ്ഥലമുള്ള വീട് ഏത് ദർശനമാണ്? കിഴക്ക് ദർശനം. കിഴക്ക് ദർശനമായിട്ടുള്ള വീട്. കിഴക്ക് ദർശനമായിട്ടുള്ള വീട് അത് ആദ്യം മൊബൈൽ കോമ്പസ് വെച്ച് നോക്കണം, എത്ര ഡിഗ്രി ചരിവുണ്ടെന്ന് നോക്കണം. ആ ചരിവ് കൃത്യമാക്കി കിഴക്ക് ദർശനമായിട്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം ആരെങ്കിലും, സൗണ്ട് വ്യത്യാസമുണ്ട്. അപ്പം ആ കിഴക്ക് ദർശനമായിട്ടുള്ള ആ സ്ഥലത്തിന്റെ അത് ദിശ കൃത്യമാക്കിയിട്ട് ഇതേപോലെ വാസ്തുമണ്ഡലം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ സ്ഥാനം ക്രമീകരിക്കാൻ നോക്കണം. സ്ഥാനം ക്രമീകരിച്ച് അതിന്റെ അകത്ത് ഔട്ടർലോവ് ക്രമീകരിക്കണം. ഔട്ടർലോവ് ക്രമീകരിച്ച് ഗ്രഹമതി സൂത്രം മാർക്ക് ചെയ്യണം. ഗ്രഹമതി സൂത്രം മാർക്ക് ചെയ്തിട്ട് മുറികളുടെ പൊസിഷൻ കൃത്യമാക്കുക. മുറികളുടെ പൊസിഷൻ കൃത്യമാക്കിയിട്ട് മുറികളുടെ ഉള്ളളവ് കൃത്യമാക്കുക. മുറികളുടെ ഉള്ളളവ് കൃത്യമാക്കിയിട്ട് വേണം വീട് നിർമ്മിക്കാൻ. ഇതാണ് അതിന്റെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞത്. നമ്മൾ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന 6 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ്. ആദ്യം ഒരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് അളവുകൾ എടുത്തിട്ട് വാസ്തുമണ്ഡലം ക്രമീകരിക്കുക. വാസ്തുമണ്ഡലം ക്രമീകരിച്ചതിന് ശേഷം അതിന്റെ സ്ഥാനം ക്രമീകരിക്കുക. സ്ഥാനം ക്രമീകരിച്ചതിന് ശേഷം ഔട്ടർലോവ് ക്രമീകരിക്കുക. ഇങ്ങനെ ഈ ഒരു പോയിന്റിൽ കൃത്യമായിട്ട് 6 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തെറ്റാതെ വരും. അതല്ലാതെ നിങ്ങൾ ഇടയ്ക്കൊന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെയാണ് ചെയ്യണമെങ്കിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത്. എല്ലാവരോടും നമുക്ക് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് തന്നെ അവസാനത്തെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് എടുക്കാം. മനോജ് ജോയി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫെമി, രാജേഷ് KR, വേറെ ആരെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു 3-4 ക്വസ്റ്റ്യൻസ് കൂടെ എടുക്കാം അല്ലേ സർ? അല്ല, നിങ്ങളുടെ എന്താണ് കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, മനോജ് ജോയ് ഒന്ന് ചോദിക്കാവോ? ഓക്കെ. തെക്ക് പടിഞ്ഞാറേ മൂലയില് വീടിനോട് ചേർന്ന് തന്നെയാണ് കിണറുള്ളത്. അത് പ്രശ്നമാവോ? അതാ ഞാൻ പറയാം, തെക്ക് പടിഞ്ഞാറ് മൂല നിങ്ങളുടെ കിണറാണോ അത് അപ്പുറത്തെ ആളുടെ കിണറാണോ? ഞങ്ങളുടെ കിണർ തന്നെ. പക്ഷെ ആ കിണർ കുടിക്കാനില്ല, കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ കിണറിലെ വെള്ളം എടുക്കുന്നത്. കുടിക്കാനുള്ള വെള്ളം വേറെ കുഴൽക്കിണറാണ്, കുഴൽക്കിണറിൽ നിന്നാണ് എടുക്കുന്നത്. അത് വീടിനോട് മാറിയിട്ടാണ്. പക്ഷെ ഈ കൃഷി ആവശ്യത്തിന് അത് ചീത്ത വെള്ളമാണ്. ആ കിണറ് വീടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ തന്നെയായിട്ടാണ് വരുന്നത്. വെള്ളത്തിന് കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ മുറി കിടക്കാൻ നേരത്ത് തെക്ക് പടിഞ്ഞാറ് മുറി കിടക്കാൻ നേരത്ത് ഹ്യൂമിഡിറ്റിയുടെയോ അല്ലെ വെള്ളത്തിന്റെ വല്ലോ വന്ന് കാറ്റടിക്കുന്നതിന് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ടോ? ഇല്ല, അവിടെ അടുക്കളയാണ് തൊട്ട് വരുന്നത്, കിടക്കണ മുറിയല്ല വരുന്നത്. തെക്ക് പടിഞ്ഞാറ് വശത്തോ? അതെ അതെ. അപ്പൊ നമ്മൾ നോക്കേണ്ട, കാരണം നിങ്ങള് എല്ലാം കോമ്പിനേഷൻ ആയിപ്പോയില്ലേ. അതെല്ലാം തലതിരിഞ്ഞായി പോയി. വേറെ അപ്പൊ അതിപ്പം മൊത്തം അതിനെപ്പറ്റി ആദ്യമേ പിടിക്കണ്ട, അത് വിട്ടേക്ക്, അത്ര പറയാൻ പറ്റത്തില്ല. തെക്ക് പടിഞ്ഞാറ് നമുക്ക് ഒരു കാരണവശാലും അടുക്കളയ്ക്ക് സ്ഥാനമില്ല. സാർ ഈ വീട് നിർമ്മിക്കുമ്പം ഈ പ്ലോട്ടിന്റെ ഈ ബ്രഹ്മസൂത്രവും യമസൂത്രവും നോക്കേണ്ട കാര്യമുണ്ടോ? ബ്രഹ്മസൂത്രവും യമസൂത്രവും പ്ലോട്ടിന്റെ അകത്ത് നോക്കേണ്ട കാര്യം ഉണ്ടോ വെച്ചാല്, നിങ്ങളിപ്പോ ഖണ്ഡീകരണം നടത്തുമ്പോൾ വലിയ ക്ഷേത്രങ്ങളാണെങ്കിൽ അത് നമുക്ക് നോക്കി വേണം അതിനെ തിരിക്കാനായിട്ട്. ഇപ്പോഴത്തെ അല്പക്ഷേത്ര വിധി അനുസരിച്ച് നമ്മൾ മഹാമർമ്മങ്ങൾ എന്ന് പറഞ്ഞ മർമ്മപീഠം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെ മഹാമർമ്മങ്ങൾ നോക്കാൻ നേരത്തെ ഇതേപോലെ ലൈനുകൾ വരച്ചിട്ട് ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് വരച്ചിട്ട് ആ പോയിന്റുകൾ നോക്കിയിട്ടാണ് അവിടെ ഭിത്തികളും തൂണുകളും വരാത്ത രീതിയിൽ ക്രമീകരിക്കുക. അന്നേരം നമുക്ക് അതിന്റെ ആവശ്യം വരുന്നുണ്ട്. ഒഴിവ് കൊടുക്കാൻ നേരത്തെ ബ്രഹ്മസൂത്രം യമസൂത്രം ഒഴിവ് കൊടുക്കേണ്ട കാര്യമില്ല, ഗ്രഹമതി സൂത്രമാണ് ഒഴിവ് കൊടുക്കുന്നത്. പക്ഷെ ഇതിനകത്ത് മർമ്മങ്ങൾ, ഞാൻ പറഞ്ഞ ഒരാള് കിടക്കണമെന്ന് പറഞ്ഞിട്ട് പറയുന്നില്ലേ,
അത് ആ മഹാമർമ്മങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ആ മർമ്മപീഠം ഒഴിവാക്കണമെങ്കിൽ ആ മർമ്മങ്ങൾ കണ്ടുപിടിക്കാൻ നേരത്തെ ഈ ലൈനുകളെല്ലാം വേണം. ഓക്കെ, താങ്ക്സ്. സർ ഒരു ചോദ്യമുണ്ട്. ഈ കിണറിന്റെ സ്ഥാനം ശരിക്കും എവിടെയാണ്? കിണറിന്റെ സ്ഥാനം ഹലോ പറയാം. സ്ക്രീൻ കാണുന്നുണ്ടോ? ഉണ്ട്. ഇത് നിങ്ങൾ വാസ്തുമണ്ഡലം ക്രമീകരിച്ചെന്ന് വിചാരിച്ചു. വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ രാശിചക്രം വെച്ചിട്ടാണ് തിരിക്കുന്നത്. ഒന്നാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എവിടെയാ? രണ്ടാമത്തെ സ്ഥാനം എവിടെയാ? മൂന്നാമത്തെ സ്ഥാനം എവിടെയാ? രണ്ടാമത്തെ സ്ഥാനം എവിടെയാ? മൂന്നാമത്തെ സ്ഥാനം എവിടെയാ? ഈ രീതിയിൽ നമുക്ക് കിണർ കൊടുക്കാം. കാണുന്നുണ്ടോ? അപ്പം ആദ്യം വടക്ക് കിഴക്കോ? ഇതാണ് വടക്കിഴക്ക്. ഇതാണ് മീനൻ രാശി. അവിടെ അപ്പൊ അടുത്ത പ്ലോട്ടുകാരുടെ സെപ്റ്റ് ടാങ്ക് വരുന്നുണ്ട് അതിനോട് ചേർന്നിട്ട്. അപ്പൊ സെപ്റ്റ് ടാങ്കും നമ്മുടെ കിണറുമായിട്ട് 1.5 മീറ്റർ, അത് ആരുടെ ആണെന്ന് പറഞ്ഞാലും ആ 1.5 മീറ്റർ നമ്മൾ നോക്കണം. കുറച്ച്, അതായത് കുറച്ചും കൂടി നീങ്ങിയിട്ട് വെച്ചാൽ മതി അല്ലേ? ഇത്രയും പൊസിഷൻ ഉണ്ട്. ഈ ഒരു കോർണറിലേക്കും പാടില്ല, ഈ ഒരു കോർണറിലേക്കും പോകാതെ ഈ ഇത്രയും പൊസിഷൻ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. പിന്നെ കിണറിന്റെ പിന്നെ വേദവും കാര്യങ്ങളൊക്കെയാണ് നോക്കണം, അത് വേറെയാണ്. ശരി, താങ്ക് യു. അടുത്ത ചോദ്യം ഫെമി പാസ് ഉണ്ടോ? ഫെമി പാസ്. ഓക്കെ, രാജേഷ് കെ ആർ. സാറേ, എനിക്കറിയാനുള്ളത് തെക്ക് കിഴക്ക് ഭാഗം. രാജേഷ് സാർ ഓഡിബിൾ അല്ല കേട്ടോ, വോയിസ് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തില് ശരത് സാർ ഉണ്ടോ? ഉണ്ട്. സാർ എനിക്ക് രണ്ട് ഡൗട്ട് ഉണ്ട്. സാർ, നമ്മൾ കന്നിമൂലയില് അടുക്കള പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ വർക്ക് ഏരിയ ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടാവും? പാചകം എന്ന കർമ്മം നിർവഹിക്കുന്നത് ഒന്നും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ പാടില്ല. പാചകം ചെയ്യാതെ സ്റ്റോർ റൂം ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഏറ്റവും നല്ലത് ബെഡ്റൂം തന്നെയാണ്. പിന്നെ ചില ആളുകൾ പ്രയർ റൂം കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഏറ്റവും നല്ലത് ഇപ്പോഴും നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂം കൊടുക്കുന്നതാണ് നല്ലത്, വർക്ക് ഏരിയ കൊടുക്കുന്നതിനേക്കാൾ. ആണല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ തറയുടെ കൂടെ നമ്മളിപ്പോ നടക്കാൻ വേണ്ടി കോൺക്രീറ്റ് തറയിട്ട് മുട്ടിച്ചു കഴിഞ്ഞാൽ അത് കണക്ക് മാറും. 3 അവയവങ്ങൾ, തറ, പില്ലർ, റൂഫ്, ഈ 3 അവയവങ്ങൾ തമ്മിൽ ബന്ധം വരുമ്പോഴത്തേക്കുമാണ് വാസ്തു ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഈ 3 അവയവങ്ങൾ നമ്മൾ മുട്ടിക്കുന്നുണ്ടെങ്കിൽ അവിടെ വാസ്തു ഉണ്ടാവും, അളവുകളുണ്ടാവും, സ്ഥലങ്ങളുണ്ടാവും. അല്ല, അപ്പൊ അത് നമ്മളിപ്പോ കണക്കുകൾ തെറ്റോ, തറയിട്ടപ്പോ കണക്ക് തെറ്റോ, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവൂ? ഇപ്പൊ നിങ്ങൾ തറയോട് ചേർത്തിട്ട് നിങ്ങൾ വേറൊരു തറ കയറ്റി അതിനകത്ത് പില്ലർ കൊടുത്താൽ. അല്ല, തറ കിട്ടിയിട്ടില്ല ഞാൻ. അതായത് നമ്മൾ തറയോട് ചേർന്നിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അതിന് കുഴപ്പമുണ്ടാവൂ? ഇല്ല, ക്വാണ്ടിറ്റി മാത്രം. അതിന് മുകളിൽ വാർപ്പോഷ് ഇത് വല്ലതും കൊടുത്തിട്ടുണ്ടോ? 3 അവയവങ്ങൾ വേറെ വരുന്നുണ്ടോ? ജസ്റ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ തറയെന്ന്? ഇല്ല, അത് കുഴപ്പമില്ല. ഓക്കെ. താങ്ക് യു. തറ പിന്നെന്തൊക്കെയാണ്? തറ എന്തൊക്കെ തമ്മില? പില്ലർ, റൂഫ് 3 അവയവങ്ങൾ. ഓക്കെ. ശ്രീ നമസ്തേ. നമ്മള് ചോദിക്കുന്നത് ഈ അപ്പാർട്ട്മെന്റ് വൈസ് നോക്കുമ്പോ നമ്മൾ ഈ വാസ്തു അതില് എങ്ങനെയാ വരിക? അതായത് നിങ്ങൾ ഫ്ലാറ്റിന്റെ സംശയമാണോ ഉദ്ദേശിക്കുന്നത്? അതെ. അത് വില്ലയാണോ? ഫ്ലാറ്റ്. ഫ്ലാറ്റിന്റെ വാസ്തു ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞതിനകത്തൊക്കെ ഡിഫറൻറ്റ്. കാരണം അതിനകത്ത് ഇതേപോലെ കാര്യങ്ങൾ, അളവുകൾ നോക്കാൻ പറ്റത്തില്ല, കട്ടിങ്ങുകൾ നോക്കാൻ പറ്റത്തില്ല, ഗ്രഹമതി സൂത്രം നോക്കാൻ പറ്റത്തില്ല. ആകെ നമുക്ക് ദിശ മാത്രം, ആ 50% ഞാൻ പറഞ്ഞ ദിശ മാത്രം നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 30% സ്ഥാനങ്ങളോടെ നോക്കി റെഡിയാക്കാൻ പറ്റും. 20% അളവുകളിലേക്കേ നിങ്ങൾ നോക്കണ്ട. കാരണം നമ്മൾ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പം അതിനകത്ത് നമുക്ക് ഒരിക്കലും ഫ്ലാറ്റിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് അളവ് മാറ്റാൻ കാര്യങ്ങൾ പറ്റത്തില്ല. ഇവിടെ നിങ്ങൾ ആദ്യമേ കോമ്പോസിറ്റ് ദിശ നോക്കുക, ദിശ നോക്കിയതിനു ശേഷം സ്ഥാനം നോക്കുക. അടുക്കളയുടെ പൊസിഷൻ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ കിഴക്കുവശത്തുനിന്നോ അല്ല വടക്കുവശത്തോ വരെ നോക്കുക. തെക്കുവശത്തോ പടിഞ്ഞാറ് വശത്തോ കിടപ്പൂരം ഉണ്ടാകാൻ നോക്കുക. 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അവിടെ നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് രണ്ടും ഓക്കെയാണ് സാർ. തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് അടുക്കള പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കിടപ്പുമുറിയും ഓക്കെയാണ്.
പ്രധാന വാതില് വരുന്നത് ഏകദേശം കിഴക്ക് ഭാഗത്ത് സെൻട്രലായിട്ടാണ് വരുന്നത്. അപ്പോ ചിലപ്പം നമ്മൾ ഈ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങിയിട്ട് വാതില് വരണം എന്നുള്ളതുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അതിലെ കുഴപ്പമില്ല. ഓക്കെ. ഫ്ലാറ്റിന്റെ അതൊന്നും നോക്കണമല്ല. നിങ്ങൾക്ക് ആ ഫ്ലാറ്റിന്റെ സെന്റർ എന്ന് പറഞ്ഞ സാധനം വേറെ ആയിരിക്കും. നിങ്ങളുടെ മുറി എന്ന് പറഞ്ഞ സാധനം വേറെ ആയിരിക്കും. പിന്നെ ഒരു ഡൗട്ടും കൂടെ, ഈ തെക്ക് ഭാഗം, തെക്ക് കിഴക്ക് ഭാഗം നമ്മൾ അഗ്നികോണിലാണ് ഇപ്പൊ അടുക്കള. അപ്പൊ അതിന്റെ തന്നെ നമ്മൾ അഗ്നികോണിന്റെ ആ കോർണറിൽ തന്നെ കിച്ചൺ, അതായത് പാചകം ചെയ്യുന്ന അടുപ്പ് വരണം എന്നുള്ളതുണ്ടോ? അതോ ഇല്ല, നമുക്ക് കിഴക്കോട്ട് നോക്കിയിട്ട് പാചകം ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. നമുക്ക് കിഴക്കെന്നുള്ള എനർജി കിട്ടുന്ന രീതിയിൽ അവിടെ ഒരു ജനല് കൊടുത്തിട്ട് ആ കിഴക്കെന്നുള്ള സൂര്യപ്രകാശം നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് ആ തെക്ക് കിഴക്ക് വശത്തുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കുന്നത് കുഴപ്പമില്ല, കിഴക്ക് വശത്ത്. ഓക്കെ. അപ്പൊ നമ്മളുടെ ഇപ്പൊ ഓപ്പണിംഗ് വരുന്നത് തെക്ക് ഭാഗത്താണ് ഓപ്പണിംഗ് ഫ്ലാറ്റിൽ വരുന്നത് അടുക്കളയുടെ. അപ്പൊ അവിടെ നമ്മൾ മുഴുവനായിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതി ഗ്ലാസ് ആണ് ചെയ്യുന്നത്. നമുക്ക് കിഴക്ക് വശത്തുനിന്നല്ല, തെക്ക് വശത്തുനിന്നല്ല, നമുക്ക് കിഴക്കോട്ട് നോക്കി വേണം പാചകം ചെയ്യാൻ. കിഴക്കോട്ട് നോക്കിയാണ് പാചകം ചെയ്യുന്നത്, പക്ഷെ അവിടെ നമുക്ക് ഓപ്പണിംഗ് ചെയ്യാനുള്ള നിവൃത്തിയില്ല. അതാ ഫ്ലാറ്റിന് നമുക്ക് അത്രയും നമുക്ക് നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ അർത്ഥം അതാ. ശരിക്കും പറഞ്ഞാൽ ആ കിഴക്കെന്നുള്ള എനർജിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഉദിക്കുന്ന സൂര്യ, ശരിക്കും അടുക്കള എന്ന് പറയുന്നത് ഉദിക്കുന്ന സൂര്യപ്രകാശമാണ് ശരിക്കും നമ്മുടെ അടുക്കളയിൽ കിട്ടേണ്ടത്. അതെ അതെ അതെ. അപ്പൊ തെക്ക് ഭാഗം മുഴുവനായിട്ട് ഓപ്പണിംഗ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്, ഒരു ഗ്ലാസ് മോഡല്. ശരിക്കും തെക്കുവശത്തും പടിഞ്ഞാറ് വശത്തും നമ്മൾ മാക്സിമം നമ്മൾ എനർജി വീട്ടിൽ വരത്തക്ക രീതിയിലേക്ക് കിഴക്കുവശത്തും വടക്കുവശത്തും ഓപ്പണിംഗ് കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മുടെ ഇത് ചെയ്യാന്നാണ് പറയുന്നത്. ഈ ഫ്ലാറ്റ് വേറെ എൻറ്റയർലി ഡിഫറെന്റ് കൺസെപ്റ്റാണ്. ഞാൻ ഫ്ലാറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ അതൊക്കെ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ വരും. അപ്പോൾ ബാക്കി അത് സംശയങ്ങളിലേക്ക് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഫ്ലാറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. സർ, വീടിനോട് പോർച്ച് പണിയുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വീടിനോട് അത് തള്ളായിട്ട് വേണം കണക്കാക്കാനായിട്ട്. തള്ളായിട്ട് പോകുമ്പോഴത്തേക്ക് സ്ഥായി തള്ളെന്ന് പറഞ്ഞ രണ്ടായിട്ടാണ്. ആ തള്ള് ചെയ്യാൻ നേരത്ത് തള്ളിന്റെ ഡിസൈനും നോക്കണം. ഡിസൈൻ്റെ അകത്ത് ഇപ്പം തെക്ക് പടിഞ്ഞാറ് കട്ടിങ് അല്ലെ വടക്കിഴക്ക് കട്ടിങ് അങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ടോ, ആ കട്ടിങ്ങുകൾ നോക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. എപ്പോഴും നമുക്ക് ദർശനത്തിനനുസരിച്ച് സെൻട്രൽ ഭാഗത്ത് പോർച്ച് ചെയ്യുന്നതിനകത്ത് കുഴപ്പമില്ല, അല്ല തെക്ക് കിഴക്ക് വശത്തേക്കാണെങ്കിൽ അവിടെ കൊടുക്കുന്നതിനകത്ത് കുഴപ്പമില്ല, അല്ല വടക്ക് പടിഞ്ഞാറ് വശത്തേക്ക് ഉള്ള രീതിയിലേക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ പല പല സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളിലേക്ക് നമുക്ക് കാർ പോർച്ച് കൊടുക്കുന്ന രീതിയിൽ ചെയ്തിട്ട് കുഴപ്പമില്ല. ദർശനമുള്ള വീടാണെങ്കിൽ ആ തെക്കിഴക്കാണ് നല്ലത്, തെക്കിഴക്കാണ് നല്ലത്. അല്ലെങ്കിൽ കിഴക്ക് വശം സെൻട്രൽ ഭാഗം ചെയ്യാം. രാജേഷ് കെ ആർ സർ. രാജേഷ് സർ. രാജേഷ് കെ ആർ. സാറേ, ഞാൻ തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് വെക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാനായിരുന്നു. തെക്ക് കിഴക്ക് മൂലയിൽ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. 4 കോർണർ സെന്ററിൽ ഒരു കാരണവശാലും സെപ്റ്റിക് ടാങ്ക് കൊടുക്കാൻ പാടില്ല. മൂല വിട്ടിട്ട് ചെയ്യാവോ? ആ കോർണർ മാറിയിട്ട് തെക്കോട്ടോ കിഴക്കോട്ടോ ചെയ്തിട്ട് കുഴപ്പമില്ല. പിന്നെ തെക്കുവശത്ത് ചെയ്യാൻ പാടില്ല എന്ന് ചില ആളുകൾ പറഞ്ഞാൽ തെക്കേ പറമ്പാണ് നമ്മൾ ശ്മശാന ഭൂമിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ശ്മശാന ഭൂമിയായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ആ പ്ലോട്ടിന്റെ അകത്ത് അവിടെ നമ്മൾ സെപ്റ്റിക് ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ നമുക്ക് ശ്മശാന ഭൂമി ആക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ നോക്കിക്കോണം. ഓക്കെ ഓക്കെ, താങ്ക് യു. ജോയ്ലാൽ കോളുണ്ടോ? ഹലോ. ചോദിച്ചോളൂ. ഹലോ, അല്ലേ? ഓക്കെ, ഗുഡ് ഈവനിങ്. 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, നമ്മൾ ഈ സിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ വാസ്തുപരമായിട്ടെല്ലാം കറക്റ്റ് ചെയ്താലും അടുത്തടുത്ത് വീടുകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ സ്പേസ് ചെയ്ത് നമ്മൾ കിച്ചൺ വെക്കുന്നെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി അടുത്ത ആളുടെ വീടിന്റെ ഷാഡോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിന് വാസ്തുപ്രകാരം നമുക്ക് എന്ത് കറക്ഷൻ ചെയ്യാൻ പറ്റും? വാസ്തുവിനകത്തുള്ള ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് തൊട്ടപ്പുറത്ത് ഒരാൾ റൂം വെച്ച് വീട് വെച്ചെന്ന് ഓർത്ത് നമ്മുടെ ആ മൊബൈലിന്റെ അകത്ത് റേഞ്ചിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? വെച്ചാൽ അവിടെ ഒരു മലയാണ് എങ്കിൽ നമുക്ക് വ്യത്യാസം വരും. അതല്ലാതെ അപ്പുറത്തൊരു വീട് വെച്ചെന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ വീടിന്റെ അകത്തുള്ള റേഡിയേഷനോ അല്ലെ നമ്മുടെ വീടിന്റെ അകത്തുള്ള മൊബൈൽ സിഗ്നലിലോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസം വരുന്നില്ല. അപ്പൊ നമുക്ക് നമ്മൾ അറിയുന്നില്ലെങ്കിലും ആ എനർജി വരുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ വീടിന്റെ തൊട്ടപ്പുറത്തൊരു വീട് വന്നാൽ അതിന്റെ ഷാഡോ നമ്മുടെ പ്ലോട്ടിലോട്ട് വീഴുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല എന്നാണ് അർത്ഥം. ഷാഡോ വരുന്ന പ്രശ്നമില്ല. അതിനാണ് നമുക്ക് ഓരോ പ്ലോട്ടിന്റെ അകത്ത് ഇത്ര ദൂരം മാറിയിട്ട് വീട് നിർമ്മിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം വെക്കുന്നത്. ഓരോ സ്ഥലത്തിനും മിനിമം ബൗണ്ടറി കൊടുക്കുന്നുണ്ടല്ലോ. ആരോഗ്യമുള്ള ഒരു മനുഷ്യന് തടസ്സം കൂടാതെ വീടിന് ചുറ്റും നടന്നു വരണം. ആ ഒരു പ്ലോട്ടിന്റെ അകത്ത് ടോട്ടൽ നീളത്തിന്റെ 9 മിനിമം മിറ്റം കൊടുക്കണം. അത് കഴിഞ്ഞ് സ്ഥാനം മാറ്റി വേണം ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ രീതിയിൽ നിയമപ്രകാരം വേണം നമ്മൾ ചെയ്യാനായിട്ട്.
അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിനോട് തൊട്ടടുത്ത് ഒരു 2 നില വീട് വരുമ്പോഴേ ഓട്ടോമാറ്റിക്കലി സൺലൈറ്റ് കട്ട് ആവുമല്ലോ, അതാ ചോദിച്ചതേ. അത്രയും ഭയങ്കര എഫക്റ്റീവ് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഈ വടക്ക് ദർശനമായിട്ടുള്ള വീടാണ്. അപ്പൊ ഇതില് തെക്ക് വശത്തായിട്ടൊരു സെപ്റ്റി ടാങ്ക് ഉണ്ട്, ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഇത് പടിഞ്ഞാറ് വശത്ത് നിന്ന് ഏകദേശം ഒരു 1 മീറ്റർ മാറിയിട്ടാണ് സെപ്റ്റി ടാങ്ക് ഉള്ളത്. അപ്പൊ ഒരു സുഹൃത്തായിട്ട് സംസാരിച്ചും പറഞ്ഞതേ, ഒരു മനകെട്ടി തിരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇഫക്റ്റ് മാറിക്കിട്ടും. അപ്പൊ വീടിൽ നിന്നൊരു 2 അടി വിട്ടിട്ട് തെക്കും പടിഞ്ഞാറും ദിശകളിൽ മനകെട്ടി തിരിക്കാൻ പറഞ്ഞു, ചുടുകെട്ട വെച്ച് കെട്ടിയിട്ടെ. അത് ഇഫക്റ്റീവ് ആണോ? എന്റെ അനുഭവത്തിൽ, എന്റെ അറിവിൽ അങ്ങനെ കിട്ടി തിരിച്ചുകൊണ്ട് പ്രയോജനം ഉണ്ടെന്നില്ല. ശരിക്കും നമ്മൾ ഈ കോർണറുകൾ പാടില്ല എന്ന് പറഞ്ഞതിന്റെ ശരിക്കുള്ള അർത്ഥം, കോർണറുകളുടെ അകത്ത് നമ്മൾ വരയ്ക്കുന്ന 45 ഡിഗ്രി വരയ്ക്കുന്ന കർണാകാരമായിട്ടുള്ള രേഖയുണ്ട്. ഒത്തിരി ടെക്നിക്കലാണ്. അപ്പൊ ആ 40 ഡിഗ്രി വരുന്ന വരുന്ന രേഖയ്ക്കകത്തേക്ക് സെപ്റ്റി ടാങ്കിന്റെ സെന്ററോ അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് തടസ്സമായിട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ മാത്രമാണ് ശരിക്കും മാറ്റേണ്ടത്. പൊതുവായിട്ട് ചെയ്യാൻ അങ്ങനെ വരുന്നില്ല. കാരണം ഈ പടിഞ്ഞാറ് വശത്ത് നിന്ന് 1 മീറ്റർ മാറി വരുമ്പോഴത്തേക്ക് നമ്മള് ഭൂമിയുടെ കോണിൽ ഇപ്പൊ ഡയഗണൽ ലൈൻ ശരിക്കും ആ വാസ്തുവിന്റെ കർണാകാരമായിട്ട് വരയ്ക്കുന്ന ആ ലൈനാണ്, ആ ലൈനിനാണ് ശരിക്കും വരാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞ മൂലക്കല്ല ശരിക്കും പറഞ്ഞത്. ആ 45 ഡിഗ്രി കർണാകാരമായിട്ട് വരയ്ക്കുന്ന ആ ലൈനിന്റെ അകത്ത് ഒരു കാരണവശാലും വരാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ അവിടെ അതാ പറഞ്ഞ കറക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മാത്രമേ നിർത്തിയിട്ട് ഇതേപോലെ നോക്കിയിട്ട് അത് പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ മാറ്റേണ്ട കാര്യമുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ പ്ലോട്ടിന്റെ സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ ഈ സെപ്റ്റി ടാങ്കിൽ കട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് അതിന്റെ. അതെ, വീടിന്റെ അവിടെ നിന്ന് നമ്മൾ 45 ഡിഗ്രി കർണാകാരം വരും, രണ്ടും നമ്മൾ നോക്കും. ഓക്കെ ശരി. ഓക്കെ, 45 ഡിഗ്രി വരയ്ക്കുന്ന ലൈനിന്റെ അകത്ത് നമ്മുടെ സെപ്റ്റി ടാങ്ക് വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ആ കോർണറിൽ നമ്മൾ ഒഴിവാക്കാൻ പറയാ. ആ കോർണർ വിട്ടിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ പിന്നെ ഒരു കാരണവശാലും അവിടെ അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ കോർണർ വിട്ട് ചെയ്യാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിലവിലുള്ള ആകുമ്പോൾ നമ്മൾ ഇതേപോലെ നോക്കിയിട്ട് കുറച്ചും കൂടെ അതിനേക്കാളും ഡീപ്പായിട്ട് നോക്കിയിട്ട് വേണം അത് പറഞ്ഞ സാധനം. അത് നിലവിലുള്ള സാധനം പൊളിക്കണോ വേണ്ടോ എന്നുള്ളത് 2-3 പ്രാവശ്യം ആലോചിച്ച ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നിർമ്മിക്കാൻ എളുപ്പം, അവസരം പൊളിക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ ശരി, താങ്ക് യു. ജിതിൻ റാഫി ഉണ്ടോ കോളില്? ഉണ്ട്. സാർ, ഒരു ഈസ്റ്റ് ഫേസിംഗ് പ്ലോട്ട് ആണ്. അപ്പൊ കിച്ചൺ നോർത്ത് വെസ്റ്റ് സൈഡിൽ ചെയ്യാനാണ് പ്ലാൻ. അപ്പൊ അവിടെ ചെയ്യാൻ പാടുണ്ടോ? അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ ഏത് സൈഡിലേക്ക് ഫേസ് ചെയ്താണ് സ്റ്റൗ ഒക്കെ വെക്കേണ്ടത്? വടക്ക് പടിഞ്ഞാറ് വശത്തേക്ക് ചെയ്യുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. വടക്കോട്ട് നോക്കിയിട്ട് ഫേസ് ചെയ്ത് ചെയ്യാം. ഞാൻ പറഞ്ഞ വടക്കെന്ന് വരുന്ന ചന്ദ്രാദി നക്ഷത്രങ്ങൾ, അതുപോലെ സപ്തർഷിമാരൊക്കെ വരുന്നത് വടക്ക് വശത്താണ്. ആ വടക്ക് നമുക്ക് എനർജി നമുക്ക് വടക്ക് പടിഞ്ഞാറ് വശത്തേക്ക് വടക്കോട്ട് നോക്കിയിട്ട് പാചകം ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യുന്നത് കുഴപ്പമില്ല. ഓക്കെ. അതുപോലെ തന്നെ സെപ്റ്റി ടാങ്ക് നമ്മൾ വടക്ക് സൈഡിലും പടിഞ്ഞാറ് സൈഡിലും ആകുമ്പോൾ നമുക്ക് അത് എവിടെ ആയിട്ട് വെക്കാൻ പറ്റും? വടക്ക് പടിഞ്ഞാറിന്ന് വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ മാറിട്ട് ആ കോർണർ ഒഴിവാക്കിയിട്ട് ചെയ്യാൻ മാത്രമേ. തൊട്ടടുത്തുള്ള സെപ്റ്റി ടാങ്ക് ചെയ്തിട്ട് എപ്പോഴും തൊട്ടടുത്തുള്ള കിണറുമായിട്ട് 2 മീറ്റർ ദൂരം ഉണ്ടാകും. ഓക്കെ താങ്ക് യു. സർ, എനിക്ക് 2 ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ വീടിന്റെ നോർത്ത് ഈസ്റ്റ് സൈഡില് തള്ളിയിട്ടാണ് പോർച്ച്. അതിന്റെ ബാക്കിൽ വാഷ്റൂം, ബാക്കിൽ സിറ്റ് ഔട്ട്, അത് കഴിഞ്ഞ് വാഷ്റൂം, പിന്നെ ബെഡ്റൂം, അങ്ങനെയാണ്. അപ്പൊ അത് ആ പൊസിഷൻ ബെഡ്റൂം ഓക്കെ ആണോ? അവിടെ നോർത്ത് ഈസ്റ്റ് കോർണർ തള്ളി വെക്കുന്നത് തന്നെ നമുക്ക് വാസ്തുപ്രകാരം അത്ര നല്ലതല്ല. അവിടെ പോർച്ചാണ് അത്, തൂണും കൊടുത്തിട്ട് ദർശനം ഏതാ വരുന്നത്? കിഴക്ക്. അപ്പൊ കേറി വരുന്ന പോർച്ചിലേക്കാണ് ഗേറ്റിൽ നിന്ന്. അതിന്റെ നോർത്ത് ഈസ്റ്റ് കറക്റ്റ് സ്ഥായിയുടെ നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് നിങ്ങളുടെ ബെഡ്റൂം വരുന്നത് അല്ലേ? നോർത്ത് ഈസ്റ്റ് അവിടെ വാഷ്റൂം കഴിഞ്ഞ് അതിന്റെ ബാക്കിലായിട്ടാണ് ബെഡ്റൂം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിൽ തന്നെയാണ് നിങ്ങളുടെ വാഷ്റൂം വരുന്നത്? സിറ്റ് ഔട്ട് ഉണ്ട്. സിറ്റ് ഔട്ടിന്റെ ബാക്കില് വാളില് കഴിയും. അതിന്റെ പ്ലാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പൊ നിങ്ങൾ പറയണ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് ടോയ്ലറ്റ് വരാൻ പാടില്ല. നോർത്ത് ഈസ്റ്റ് കോർണറിൽ ദമ്പതിമാർക്ക് സ്ഥിരതാമസത്തിന് യോജിച്ചില്ലെന്ന് കൊടുക്കും. കുട്ടികൾക്ക് കിടക്കുന്നതിനകത്തോ പ്രായമായവർക്ക് കിടക്കുന്നതിനകത്തോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഗസ്റ്റ് റൂം ആക്കി ചെയ്യുന്നതിനകത്തോ കുഴപ്പമില്ല. അവിടെ ബെഡ്റൂം വരുന്നില്ല. പക്ഷെ ദമ്പതിമാർക്ക് സ്ഥിരതാമസത്തിന് ആ നോർത്ത് ഈസ്റ്റ് കോർണർ ഉള്ളത് നല്ലതല്ല. പിന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതിനേക്കാളും അത്ര നല്ലതല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ റെമഡി ആയിട്ട് അല്ലെങ്കിൽ ഇപ്പുറത്ത് വേറെ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ കൂടെ കൊടുത്ത് അത് ചെയ്യണമായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ പോർച്ച് ആയതുകൊണ്ട് സ്ഥായിക്കാണോ കട്ടായേക്കണത്, പോർച്ചിനാണോ വെളിയിലേക്ക് പ്രൊജക്ട് ചെയ്തേക്കണമെന്നും കൂടെ അറിയണം. പോർച്ചിന്റെ മുകളിൽ ഒരു റൂമുണ്ട്. പോർച്ചിന്റെ മുകളിൽ ഒരു റൂമുണ്ട്.
ആ. അതിന്റെ പോർച്ചിന്റെ ഹൈറ്റ് എപ്പോ ഏതാ വരുന്നത്? പോർച്ചിന്റെ വീടിന്റെ ഹൈറ്റ് താഴത്തെ ലോവർ ഫ്ലോറിന്റെ അതേ ഹൈറ്റില് വീടിന്റെ ടെറസ് തന്നെയാണ് പോർച്ച് പോയി അതിന്റെ മുകളിൽ റൂം. അപ്പൊ ശരിക്കും പറഞ്ഞാല് അപ്പൊ നിങ്ങൾ രണ്ടാം നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഓപ്പൺ ടെറസ് എടുത്താണ്? രണ്ടാം നില ഓപ്പൺ ടെറസ് അല്ല, വീടുകൾ റൂമാണ്, 3 ബെഡ്റൂം ഉണ്ട്. ആ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് ഫസ്റ്റ് ഫ്ലോറിൽ എടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറില് പിന്നെ ആ ഒരു റൂമിന്റെ താഴെയുള്ള പോർച്ച്, ബാക്കി ഒരു റൂമും 2 ലിവിംഗ് ഏരിയയും കിച്ചൺ. അപ്പൊ അതിനകത്ത് ഓപ്പൺ ടെറസ് എവിടെ വരുന്നത് വെച്ചേ? ഓപ്പൺ ടെറസ് വരുന്നില്ല. ഓപ്പൺ ടെറസ് ബാക്കിൽ കിച്ചന്റെ വർക്ക് ഏരിയയുടെ മുകളിൽ ഇച്ചിരി ഓപ്പൺ ടെറസ് ഉണ്ട്. അല്ലാതെ എവിടെ വരുന്നത്? അത് വടക്ക് പടിഞ്ഞാറ് മൂല വർക്ക് ഏരിയ. ഇവിടെ കിഴക്ക് ദർശനമായിട്ടുള്ള വീടല്ലേ? അതെ. കിഴക്ക് ദർശനമായിട്ടുള്ള വീടിന് പറയുന്ന പേര് പടിഞ്ഞാറ്റിനി ഗ്രഹം എന്നാ പറഞ്ഞത്. പടിഞ്ഞാറ്റിനി ഗ്രഹത്തിന്റെ തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും വരുന്ന വിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതാണ് രണ്ടാം നിലയിലേക്ക് ഉയർന്നു വരേണ്ട റൂം. അത് ഉയർന്നു വന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ എടുക്കേണ്ട റൂമാണ് ഈ വടക്കിഴക്ക് റൂം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും അവസാനം എടുക്കേണ്ട റൂമാണ് ഏറ്റവും ആദ്യം എടുത്തത്. അത് അത്ര നല്ലതല്ല. ഞാൻ ഈ പറഞ്ഞ മൊത്തം പുതിയതായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ രീതിയിലാട്ടോ പറയുന്നത്. റിനോവേഷൻ വരുമ്പോഴത്തേക്ക് ഇതല്ല, ഇത് പല പല കാര്യം. കാരണം അത് ഒരു കാര്യം വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പുതുതായിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ രണ്ടാം നില എടുക്കാൻ നേരത്ത് വടക്കിഴക്ക് മൂലയിലുള്ള റൂം രണ്ടാം നിലയിൽ ആദ്യമേ നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ ഫുള്ള് എടുക്കുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ വടക്കിഴക്ക് എടുക്കാവുള്ളൂ. വടക്കിഴക്ക് വേണം ഓപ്പൺ ടെറസ്. മുഴുവൻ പിന്നെ റൂം തന്നെയാണ്. ഓപ്പൺ ടെറസ് പറഞ്ഞാൽ വർക്ക് ഏരിയയുടെ താഴെ ഒരു ചെറിയൊരു ഏരിയ മാത്രമാണ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. അവിടെ മാത്രം അതൊരു ബാൽക്കണി സ്പേസ് പോലെയാണ്, പക്ഷെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല, ഓപ്പൺ ആണ്. അതാ പറയുന്നത്, നമ്മള് ലാസ്റ്റ് വേണം ഈ വടക്കിഴക്ക് റൂം എടുക്കാനുണ്ടാവും. ഫുള്ള് ഗ്രൗണ്ട് ഫ്ലോർ ഏതാണ് ആ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ മുകളിലേക്ക് എടുക്കുവാണെങ്കിൽ മാത്രമേ വടക്കിഴക്ക് നമുക്ക് റൂം എടുക്കാൻ പാടുള്ളൂ. കാരണം വടക്കിഴക്കാണ് നമുക്ക് ഓപ്പൺ ടെറസ് കൊടുക്കേണ്ട സ്ഥലം. പോർച്ച് എന്ന് പറഞ്ഞാൽ വീടിന്റെ പാർട്ട് തന്നെയാണത്. അതാ പറഞ്ഞത്, അത് അവിടെ നമുക്ക് അത്രയും നല്ല അല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി എന്ന് ഞാൻ പറഞ്ഞത്. ഏറ്റവും അവസാനം കൊടുക്കേണ്ട സ്ഥലമാണ് അവിടെ, ബാക്കി എല്ലാം ചെയ്തതിനു ശേഷം മാത്രം. റിനോവേഷൻ വേറെ രീതിയിലാണ് ചെയ്യേണ്ടത് മാത്രമാണ്. പിന്നെ ഒരു കുട്ടികൾ മരണക്കണക്കിന്റെ കാര്യം പറഞ്ഞില്ല, അത് ടേബിള് ബുക്കിൽ റെഫർ ചെയ്യാന്ന് പറഞ്ഞു. ഏത് ബുക്കാണത്? അത് ഗൂഗിളിൽ നിങ്ങള് ഇപ്പൊ പഞ്ചാംഗ ബുക്ക് സ്റ്റാളിലൊക്കെ പോയി കഴിഞ്ഞാൽ വാസ്തുവിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടും. ആ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനം പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതേപോലത്തെ ടേബിളുകൾ കിട്ടും. 16 കോല് 8 അങ്കുലം മുതൽ 20 കോല് 20 കോല് എത്രയോ വരെ അല്ലേ മരണക്കണക്കെന്ന് പറഞ്ഞു? 20 കോല് 6 അങ്കുലവും 20 കോലട്ടങ്കലത്തിനും 16 കോലട്ടങ്കലത്തിനും ഇടയിൽ വരുന്ന അളവുകൾ മരണച്ചുറ്റാണ്. അതുകൂടാതെ ഒത്തിരി ചുറ്റുകൾ മരണച്ചുറ്റുള്ള അളവുകളുണ്ട്. താങ്ക് യു. ചോദ്യം. ഹലോ, ഒരു ക്വസ്റ്റ്യൻ. കുട്ടികൾക്ക് എടുക്കുന്ന റൂം, ദമ്പതികൾക്ക് എടുക്കുന്ന റൂം എന്നൊക്കെ കുറച്ച് മുന്നേ പറഞ്ഞില്ല, അതെന്താണ് അതിന്റെ ഒരു തത്വം? വടക്കിഴക്ക് മൂലയിലുള്ള മുറി ദമ്പതിമാർക്ക് സ്ഥിരതാമസത്തിന് യോജിച്ചല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള വടക്കിഴക്ക് മൂലയിലുള്ള ബെഡ്റൂമിൽ കിടന്ന് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇനി അസുഖം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാണ് വാസ്തുവിന്റെ അത് പറഞ്ഞത്. ശരിക്കും ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലേ? വടക്കിഴക്കാണ് ശരിക്കും പറയാൻ നമുക്ക് ഏറ്റവും ആദ്യം സൂര്യപ്രകാശം അടിക്കുന്നത്. അപ്പം ഒരു ദമ്പതിമാർക്ക് ഒന്ന് കൂടുതൽ സമയം കിടക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. ആദ്യം പിന്നെ ചൂടെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പറ്റും, അവിടെ നമുക്ക് ഒരു ഡിസ്കംഫോർട്ട് ആയിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വടക്കിഴക്ക് ഒരു കാരണവശാലും കിടക്കാൻ പറ്റത്തില്ല. പിന്നെ വടക്കിഴക്കത്തുള്ള ആദ്യത്തെ സൂര്യപ്രകാശത്തിന്റെ എനർജിയും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളും ചെയ്യാം. അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് എല്ലാം പറയാൻ പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ടാണ് വടക്കിഴക്ക് ദമ്പതിമാർക്ക് സ്ഥിരതാമസത്തിന് യോജിച്ചല്ലെന്ന് പറഞ്ഞത്. നമ്മൾ ഈ ടെറസിലൊക്കെ ഗാർഡൻസ് സെറ്റ് ചെയ്യുന്നത് വാസ്തുപരമായിട്ട് ഓക്കെ ആണോ? ഹലോ, ഞാൻ ഒരു ഓർഡറിൽ വിളിക്കുകയാണ്. അജയ് കൃഷ്ണൻ നെക്സ്റ്റ്. നമുക്ക് സമയപരിമിതി കാരണം എല്ലാവർക്കും ബാക്കി ചോദിക്കാനുള്ളവർക്ക് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമുക്ക് അധികം ചോദ്യങ്ങൾ എടുക്കാൻ പറ്റില്ല. അജയ് കൃഷ്ണൻ, സിനി അരുൺ. അജയ് കൃഷ്ണൻ ഉണ്ടോ? ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ. ഹലോ സാറേ, നമസ്കാരം. എന്റെ വീടിന്റെ പ്ലോട്ടിന്റെ തെക്ക് വശത്തൂടാണ് വീട്ടിലേക്കുള്ള എൻട്രൻസ്. വീടിന്റെ ദർശനം പടിഞ്ഞാറോട്ടാണ്. അപ്പൊ ഈ തെക്ക് വശം തെക്ക് പടിഞ്ഞാറേ മൂലക്കാണ്. അപ്പൊ അവിടെ ഗേറ്റ് എങ്ങനെ എത്ര ദൂരം വിട്ടിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ടോട്ടല്
നിങ്ങളുടെ തെക്കുവശത്താണെങ്കിൽ തെക്കുവശത്തുള്ള ടോട്ടൽ ലെങ്ത് ഉണ്ടല്ലോ, ആ ആ ടോട്ടൽ ലെങ്തിനെ ഒരു 9 ഡിവൈഡ് ചെയ്തിട്ട് ആ 9 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കയറ്റി കൊടുക്കാം. അതിലൊരു കോർണർ എന്റെ പ്ലോട്ടിന്റെ കിടപ്പനുസരിച്ച് ഒരു ഈ ഫ്രണ്ടിലോട്ട് മുറ്റത്തോട്ട് വരാനുള്ള ഒരു സാധ്യത അപ്പം കുറയും. ഒരുപാട് കൂട്ടിയെടുക്കാൻ നേരത്തെ, അത്രയും അളവെടുക്കാൻ നേരത്തെ എന്റെ ഒരു കുറച്ച് കൺജസ്റ്റഡ് ആണ്. ഫ്രണ്ടിൽ എത്ര വീതിയുണ്ട്? ഹലോ, ഓക്കെ. അഖിൽ രാജ് ഉണ്ടോ കോളില? ഹലോ ചോദിച്ചോ. ഹലോ ചോദിച്ചോളൂ. കിഴക്കോട്ട് ദർശനമുള്ള വീടാണ്. ആ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിന്റെ ടോപ്പിലായിട്ട് നമ്മൾ ഒരു സ്റ്റോറേജ് കണക്ക് എടുത്തൊരു കൂര ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. അതെന്തെങ്കിലും ദോഷമായിട്ടുണ്ടോ? എലിവേഷൻ എലിവേഷൻ ഭാഗമായിട്ട് വടക്കിഴക്ക് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഓപ്പൺ ടെറസ് കൊടുക്കേണ്ട ഏരിയ ആണ് അവിടെ. നിങ്ങൾ അവിടെ റൂമുകളോ കാര്യങ്ങളൊന്നും അല്ല കൊടുത്തേക്കണേ. റൂമല്ല, ജസ്റ്റ് ഒരു സ്റ്റോറേജ് പോലെ എടുത്തു. മുകളിൽ നിന്ന് ചെയ്യുന്ന രീതിയിൽ ഒരു 6 അടി ഹൈറ്റിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു 6 അടി ഹൈറ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടാം നിലയുണ്ടോ വീടിന്? ഇല്ല. ഇവിടെ ഇത് നോർത്ത് ഈസ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലെ ഓപ്പണിങ്? അതെ, നോർത്ത് ഈസ്റ്റ് മാത്രമാണ് ക്ലോസ്ഡ് ആയിട്ട് റൂഫ് ഇട്ടെടുത്തതാ. അതായത് സിറ്റ് ഔട്ട് ലെവല് ഒരു 240 വന്നിട്ട് അതിന് മുകളിലോട്ട് ഒരു 6 അടി പൊക്കിയിട്ട് വീണ്ടും സ്റ്റെയർ കേസ് ഉണ്ടോ? സ്റ്റെയർ കേസ് വെളിയിൽ കൂടെ GI പൈപ്പിൽ ചെയ്തിരിക്കുന്നത്. അതെവിടെ കൊടുത്താണ്? അത് കൊടുത്തിരിക്കുന്നത് തെക്ക് ഭാഗത്താണ്. അപ്പൊ ഇത് നിങ്ങൾ ശരിക്കും പറയാം ഒരു എലിവേഷന്റെ ഭാഗമായിട്ട് ഫ്രണ്ടിൽ ഒരു സാധനം വെച്ചെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? അതെ, ഒരു സ്റ്റോറേജ് പോലെ എടുക്കാനായിട്ട് വെച്ചെടുത്തതാണ്. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക, ചെയ്തെന്ന് ഓർത്താണെങ്കിൽ കുഴപ്പമില്ല. ചെയ്ത് കഴിഞ്ഞായിരുന്നു. അത് കുഴപ്പമില്ല. കാരണം അവിടെ മനുഷ്യവാസമുള്ള മുറിയായിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അവിടെ തെക്ക് പടിഞ്ഞാറ് വശത്തുള്ള മുറി വേണം ആദ്യം പറയാൻ. നിങ്ങൾ മനുഷ്യവാസമുള്ള മുറിയായിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ആകെ എലിവേഷന്റെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അവിടെ അതൊരു അത്ര വിഷയമായിട്ടില്ല. പിന്നെ ഇത് പറഞ്ഞില്ലേ നമ്മള് പൊളിക്കണോ വേണ്ടോ എന്നുള്ളത് ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ അത് അത്ര സജസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ചെയ്തെന്ന് ഓർത്ത് അതിനകത്തൊരു പ്രശ്നമുള്ള കാര്യങ്ങൾ വരാനില്ല. ശരത് സാർ ഉണ്ടോ? ഉണ്ട്. സാർ എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കന്നിമൂലയില്, അതായത് നെയ്ബറിന്റെ കിണർ കന്നിമൂലയിലാണ്. അപ്പൊ അതിനോട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? അതായത് നിങ്ങളുടെ പ്ലോട്ടിന്റെ തെക്ക് പടിഞ്ഞാറ് വശത്താണ് നൈബറിന്റെ കിണർ വരുന്നത്. അതുകൊണ്ട് പ്രശ്നമുണ്ടെന്ന് ഇല്ല. ഞാൻ വാസ്തുപഠനം കിട്ടി വാസ്തുപഠനത്തിന് വെളിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇതിനകത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതാണ് വാസ്തുവിന്റെ ആദ്യത്തെ നിയമം തന്നെ. ഓക്കെ. പിന്നെ കന്നിമൂലയിൽ നമുക്കൊരു വാഷ് ബേസിനൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവും? വാഷ് ബേസിൻ മൂലയിലല്ല, കുറച്ച് ഇപ്പുറത്തായിട്ട് വെളിയിൽ കൂടെ വാഷ് ബേസിൻ അല്ലേ? വെളിയിലും ഒരു പൊട്ടക്കളം പോലെ ഉണ്ട്. അപ്പൊ പാത്രം കഴുകാൻ വേണ്ടിയിട്ടൊക്കെ അതൊക്കെ പ്രശ്നം ഉണ്ടാവും? തെക്ക് പടിഞ്ഞാറ് മൂലം എപ്പോഴും ശുദ്ധമായി കിടക്കണതാണ് നല്ലത്. വടക്കിഴക്കും തെക്ക് പടിഞ്ഞാറുമാണ് ശുദ്ധമായി കിടക്കേണ്ടത് ഏറ്റവും നന്നായിട്ട്. പറ്റുമെങ്കിൽ 4 കോർണറുകളും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കോർണറുകൾ വൃത്തിയായി സൂക്ഷിക്കുക അല്ലെ? പിന്നെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെ കയറിയാണ്. അപ്പൊ ഈ ദർശനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് നമ്മൾ വീടിന്റെ കയറുന്നതിനാണോ ഈ ദർശനം എന്ന് പറയുന്ന ഇത്? വീടിന്റെ അകത്തുനിന്ന് നമ്മൾ പ്രധാന വാതിലിലൂടെ വെളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ദർശനം. അതിപ്പോ എനിക്ക് വെസ്റ്റ് ആണ് ഉള്ളത്. അത് അങ്ങനെ ദർശനം കൊടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാല് പ്രധാനപ്പെട്ട റോഡ്, തോട്, പുഴ തുടങ്ങിയവ ഏതാണ് വീടിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആ വീട്ടിലേക്ക് വായുസഞ്ചാരം വരുന്നത്, അതനുസരിച്ച് വേണം ദർശനം കൽപ്പിക്കാൻ. ആ ദർശനം കൽപ്പിക്കുന്നതിന്റെ ആ വീടിന്റെ അകത്ത് നമ്മൾ പ്രധാന വാതിലിലൂടെ വെളിയിലേക്ക് നോക്കുമ്പോഴാണ് ദർശനം. ഇത് രണ്ടും കൂടെ ഒരുമിച്ചൊരു മാത്രമേ ദർശനം കൃത്യമാകത്തുള്ളൂ. ആണല്ലേ? ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു. ജോയ്ലാൽ സർ. യെസ്. ഒരു സംശയമുള്ളത്, നമ്മള് വീട്ടിലൊക്കെ ടെറസ് ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ഈ ബെഡ്റൂമിന്റെ പോർഷൻ ഒഴിവാക്കിയിടണമെന്നൊക്കെ ഇങ്ങനെ ചിലർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആക്ച്വലി നമ്മൾ ടെറസ് ഗാർഡൻ സെറ്റ് ചെയ്യുന്ന വാസ്തുപ്രകാരം അഡ്വൈസബിൾ ആണോ? അതിനെന്തെങ്കിലും നിയമാവലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്ക് ടെറസിന്റെ മുകളിൽ ഇപ്പോഴത്തെ സ്ഥല പരിമിതിയും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾ വെക്കുന്നതിന്റെ അകത്ത് പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ ബെഡ്റൂമിന്റെ മുകളിലേക്ക് ടെറസ് വെക്കാൻ പാടില്ല എന്നല്ല. ചില ചെടികളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് നമ്മുടെ വീടിന്റെ അകത്താണെങ്കിലും ഈ രാത്രി സമയങ്ങളിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് തരികയും പകൽ സമയത്ത് ഓക്സിജൻ അങ്ങനത്തെ ഒരു കേസുകളുണ്ട്.
അതിന്റെ മാത്രമുള്ള ഒരു പ്രശ്നം മാത്രമല്ല. വാസ്തുപരമായിട്ട് മുകളിൽ ടെറസിന്റെ വെച്ച് നോക്കാൻ കുഴപ്പമില്ല. അപ്പൊ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ലൈക്ക് ചെറിയ മാംഗോ പ്ലാന്റ്സ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ ഒരു എനർജി അത് വലിച്ചെടുക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതെ അതെ, ചില ചെടികൾ രാത്രിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് തരുന്ന ചെടികളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അപ്പൊ നമ്മളത് നല്ലതെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുകയും പക്ഷെ രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ല. അത് മാത്രമേ ഉള്ളല്ലേ, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ആ ഒരു പ്രശ്നം മാത്രമേ ഇത് മാത്രമല്ല, അല്ല ചെടികൾ പിന്നെ നമ്മൾ നോക്കണത് ആ ചെടികളുടെ ഇതുകൊണ്ടോ അല്ലെങ്കിൽ ഈർപ്പം കൊണ്ടോ അല്ലെങ്കിൽ മണ്ണിന്റെ നനവ് കൊണ്ടോ നമുക്ക് എന്തെങ്കിലുമുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഡസ്റ്റ് അലർജി അതുപോലെ. അത് വാസ്തുവിന് അങ്ങനെ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മള് മുകളില് ഇതേപോലെ റൂഫ് ആക്കുന്നു, റൂഫിന്റെ മുകളിൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നൊന്നും ട്രഡീഷണൽ പുസ്തകങ്ങളിലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെ അതെ, ഓക്കെ ഓക്കെ, ശരി ശരി. അവസാനത്തെ ഒരു ചോദ്യമാണ് സിനി അരുൺ. ആ ഒരു ചോദ്യം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും സഹകരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. സിനി അരുൺ വിളിച്ചോളൂ. അതെ, ഇത് ഞാൻ നേരത്തെ അജയ് ചോദിച്ച ചോദ്യം തന്നെയാണ്. കന്നിമൂലയിൽ എനിക്ക് ഇപ്പം കാർ പോർച്ച് വന്നിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് വെളിയിലേക്ക് തള്ളിയാണ് സായി ഗ്രഹത്തിന്റെ തെക്ക് പടിഞ്ഞാറ് കട്ട് ചെയ്തിട്ടാണോ നിങ്ങൾക്ക് കാർ പോർച്ച് വന്നേക്കണത്? കട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കട്ട് ചെയ്തിട്ട് തെക്ക് പടിഞ്ഞാറ് മൂലയില് കാർ പോർച്ച് അത്ര നല്ലതല്ല. ആണല്ലോ. അപ്പൊ ഇപ്പൊ ഒരു വാസ്തു നോക്കാൻ വന്ന ഒരു ആള് പറഞ്ഞു അത് അതിന് താഴെയായിട്ട് ആ സ്ക്വയർ ഫില്ല് ചെയ്യണ രീതിയിൽ ഒരു തറ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. 3 അവയവങ്ങളുണ്ടല്ലോ, തറയും പില്ലറും റൂഫും. ആ വീടിനെ സ്വാധീനിക്കുന്നത് കാർപോർച്ചിന്റെ ഹൈറ്റ് ഏതാ വരുന്നത്? കാർപോർച്ചിന് ഹൈറ്റ് 3 മീറ്റർ വരുന്നുണ്ട്. അല്ല, മെയിൻ വാർപ്പിന്റെ ഹൈറ്റ് തന്നെയാണോ? അതെ അതെ, മെയിൻ വാർപ്പിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കത് ആ കാർപോർച്ചിനെ നമ്മള് കെട്ടി അടയ്ക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതിനെ നമ്മള് തറ കൊടുത്തോണ്ട് 3 സെന്റിലാണ് വീട് ഇരിക്കുന്നത്. നമുക്ക് ആ കാർ പോർച്ച് അവിടെ ഉള്ളൂ, സ്ഥലം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങളുടെ സിറ്റ് ഔട്ട് എവിടെ വന്നേക്കണേ? ദർശനം ഏതായിരുന്നു? പടിഞ്ഞാറായിട്ടാണ് വന്നിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനം അല്ലേ? തെക്ക് പടിഞ്ഞാറ് നിങ്ങൾക്ക് പോർച്ച് അല്ലേ? അതെ. പോർച്ചിന്റെ തറ പൊക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാ വണ്ടി കയറ്റാൻ പറ്റുന്നത്? പോർച്ചിന്റെ തറ അധികം പൊക്കുന്നില്ല, ഏകദേശം ഒരു ഒരടിക്ക് അത്ര പൊങ്ങുള്ളൂ. കറക്റ്റ് സ്ഥായി ഗ്രഹത്തിന്റെ തെക്ക് പടിഞ്ഞാറ് വശത്താണ് നിങ്ങൾക്ക് കട്ടിങ്ങും വന്നേക്കണം അല്ലെ, ഈ പോർച്ചും വന്നേക്കണത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ പോർച്ച് സെന്റർ ഭാഗത്ത് സിറ്റ് ഔട്ട് അല്ലേ? അതെ. ശരിക്കും നാളെ തെക്ക് പടിഞ്ഞാറ് വശത്ത് നമുക്ക് ഇതേപോലെ കട്ടിങ് അത്ര നല്ലതല്ല. എനിക്ക് ഞാൻ പറഞ്ഞത് ഇത് കറക്ഷൻ വോയിസില് നിങ്ങൾക്ക് സിറ്റ് ഔട്ട് പോർച്ച് വേറെ നിങ്ങൾക്ക് പോർച്ച് ഇടാനുള്ള സ്ഥലവും ഇല്ല. ഇല്ല, അവിടെ ഗേറ്റും വരെയും ചെയ്യും. ഗേറ്റ് വരെയും ചെയ്യും അവിടെ ഗേറ്റ് വരികയും ചെയ്യും അല്ലേ? പിന്നെ നമ്മള് 3 സെന്റ് സ്ഥലമുള്ളൂ, നമ്മള് വീട് നിർമ്മിച്ചു, നമുക്ക് വീടിന്റെ അകത്ത് ഗേറ്റ് കാറ് മേടിച്ചിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വാസ്തുവാണെന്നും പിന്നെ അതിനകത്ത് പറഞ്ഞ അർത്ഥമില്ല. അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് വണ്ടി ഇടാൻ പറയാൻ പറ്റുമോ? കാശ് കൊടുത്ത് സ്ഥലം മേടിച്ച് അതായിട്ട് വാസ്തുപ്രകാരം നമുക്ക് നല്ലതാണ് വന്നത്. നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കാർ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു നല്ലതായിട്ട് വരത്തില്ല. നിങ്ങൾക്ക് ചോയ്സ്, അതാണ് പ്രശ്നം. ചോയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 2 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോയ്സ് കൊടുക്കാം. നിങ്ങൾക്ക് ഈ കാർ കുറച്ച് മാറ്റാനുള്ള ചോയ്സ് ഇല്ല, വേറെ കാർ ഇടാനുള്ള ചോയ്സ് ഇല്ല, സ്ഥലമില്ല. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത്. പരിഹാരങ്ങളൊന്നും ചെയ്യാനുമില്ല. പൂജയും വഴിപാടും ഒന്നും നമുക്കില്ല കേട്ടോ, നമ്മൾ ആ ഒരു പരിപാടി ഇല്ല. ഓക്കെ ശരി. ശരി, അപ്പോ നമ്മളുടെ അവസാനത്തെ ഒരു സെഷനിലോട്ട് കിടക്കുകയാണ് സാർ. ചോദ്യങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് തന്നെ എല്ലാത്തിനും ഉത്തരം പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇതുപോലെയുള്ള സെഷൻസ് ഇനിയും ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ നമുക്ക് അടുത്ത സെഷനിലേക്ക് എടുക്കാം. അപ്പോ അടുത്ത ഒരു ലാസ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്ദി പ്രകാശനമാണ്. എന്റെ സുഹൃത്തും കൊലീഗുമായിട്ടുള്ള ബിപിൻ കോളുണ്ട്. കോലോയിലെ സീനിയർ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ബിപിനെ ഒരു നന്ദി പ്രകാശന ചടങ്ങിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ബിപിൻ വോട്ട് ചെയ്യും.
ഹായ് എവരിവൺ. എൻ്റെ പേര് ബിബിൻ എന്നാണ്. ഞാനിവിടെ സീനിയർ അഡ്വൈസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ട് ഒരു സെഷനാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വാസ്തു റിലേറ്റഡ് ആയിട്ട് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഈ സെഷൻ എടുത്ത നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് ആൻഡ് വാസ്തു അഡ്വൈസർ മിസ്റ്റർ ശരവണൻ സർ, ആദ്യമായി സാറിനോട് വലിയൊരു താങ്ക് യു. സാറ് എല്ലാ ടോപ്പിക്കും വളരെ ഡെപ്തിൽ ക്യാപ്ചർ ചെയ്തു, കവർ ചെയ്തു. പിന്നെ അവരുടെ ഓരോ ക്വസ്റ്റ്യൻസിനും സാറ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു, സ്ക്രീൻ ഷെയർ ചെയ്തു, എല്ലാം ഡ്രോയിങ് ആയിട്ടും എല്ലാം വരച്ച് കാണിച്ച് വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നോളജ് ആണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. സോ ഞങ്ങളുടെ ഇത്രയും ഒരു ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെ ഒരു താങ്ക് യു. പിന്നെ ഇനി നന്ദി പറയാനുള്ളത് നമ്മുടെ മെമ്പേഴ്സിനോടാണ്. ഇത്രയും നമ്മുടെ ഓഡിയബിൾ അല്ലേ? ഓക്കെ, ഇത്രയും നേരം നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്ത എല്ലാ മെമ്പേഴ്സിനോടാണ്. എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിനും നല്ല രീതിയിൽ ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത നമ്മുടെ കോളർ ടീം നല്ലതായിട്ട് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നോളജ് കിട്ടി എന്ന് വിചാരിക്കുന്നു. സോ ഓവറോൾ എല്ലാവർക്കും ഇവിടെ ജോയിൻ ചെയ്തതിന് ഒരു താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോഴത്തേക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ടൈം വീണ്ടും നമുക്ക് ജോയിൻ ചെയ്യാം. എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ആ സമയം നമുക്ക് ക്യാപ്ചർ ചെയ്യാം. സോ ഗുഡ് നൈറ്റ് എവരിവൺ. താങ്ക് യു.